السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا كريم. ഏറെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ എല്ലാവരോടും ഉപദേശിക്കാണ്, വസിയത്ത് ചെയ്യാം. മഹത്തായിട്ടുള്ള റമദാൻ മാസം നമ്മളിലേക്ക് ആഘാതമായിട്ടുണ്ട്. വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ നമുക്ക് മുൻപിലുള്ളൂ. അതിലേക്ക് നമ്മുടെ വീടുകളും അതേപോലെ തന്നെ നമ്മുടെ വാഹനങ്ങളും മറ്റും എല്ലാ ഭൗതിക വസ്തുക്കളെല്ലാം ആ റമദാനിന് വേണ്ടി ഒരുക്കി നിർത്തുമ്പോൾ നമ്മൾ എത്രത്തോളം അതിനു വേണ്ടി തയ്യാറായി എന്നൊരു ചോദ്യം ഈ ഒരു അവസരത്തിൽ ഏറെ പ്രസക്തമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമും സ്വഹാബികളും ശേഷം വന്ന സലഫു സ്വാലിഹീങ്ങളൊക്കെയും ആ റമദാൻ തങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് അടുപ്പിക്കണേ അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാന എന്ന അവരുടെ പ്രാർത്ഥനകളിൽ സ്ഥിരമായിട്ടുണ്ടാവാറുണ്ടായിരുന്നു. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം റമദാൻ എന്നത് ഒരുപാട് നന്മകൾ കരസ്ഥമാക്കാനും സ്വർഗപ്രവേശനം എളുപ്പമാക്കുവാനുമുള്ള ഒരു അവസരമായിട്ടാണ് മുഅ്മിന് കാണുക. എന്നാൽ നേരെ മറിച്ച് ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിഫാഖുമായി നടക്കുന്നവൻ, അല്ലെങ്കിൽ മതവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ വെറും യാന്ത്രികമായി ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, യാന്ത്രികമായി ചെയ്യുക എന്ന് പറഞ്ഞാൽ നമസ്കാരം 5 വക്ത് നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്നുണ്ട്, അതൊരു ബാധ്യത എന്ന നിലയ്ക്ക് ചെയ്യുന്നവനെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഒരു ഭാരമായിരിക്കും. അവനെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ സബ്ർ ചെയ്യാന്നുള്ളത്, ക്ഷമിക്കുക എന്നുള്ളത് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. അവിടെയാണ് മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തി വരുന്നത്. അവന്റെ ഇബാദത്ത് എല്ലാം അള്ളാഹുവിന് നിഷ്കളങ്കമായി കൊണ്ടായിരിക്കുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധമായിട്ടുള്ള റമദാൻ നമുക്ക് മുൻപിൽ ഒരു അവസരമാണ്. കഴിഞ്ഞ റമദാനിൽ നമുക്കും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകൾക്കും ഈ റമദാനിൽ സംഗമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകിയിട്ടില്ല. ഇനി നമുക്ക് തന്നെ അതിനൊരു അവസരം കിട്ടുമോ എന്ന് പോലും നമുക്കറിയില്ല. കാരണം ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മരണം അത്രയും അവന്റെ കണ്ടനാടിയേക്കാളും അടുത്തതാണ്. അപ്പൊ റമദാനിനെ സംബന്ധിച്ചിടത്തോളം അത്രയും പവിത്രതയുണ്ട്. എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മാസത്തിന് ഇതിനു മാത്രം പവിത്രത നൽകി എന്നതാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയ മാസമായിക്കൊണ്ടാണ് റമദാനിനെ പഠിപ്പിക്കുന്നത്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. അതാണ് അവിടെയാണ് പ്രസക്തി. ഈ മാസം എന്ന് പറഞ്ഞാൽ അത് ഉൻസില ഫീഹിൽ ഖുർആൻ, വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്. എന്ന് മാത്രമല്ല വബയ്യിനാതിൻ മിനൽ ഹുദാ, അല്ലാഹുവിന്റെ പക്കൽ നിന്നുള്ള വ്യക്തമായിട്ടുള്ള സന്ദേശവുമാണ്. ഫൽ ഫുർഖാൻ, സത്യത്തെയും അസത്യത്തെയും വേർതിരിക്കുന്ന വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് ഈ റമദാൻ. എന്നിട്ട് പറയാൻ ഫമൻ ശഹിദ മിൻകും, നിങ്ങളിൽ ആരാണോ അതിൽ സാക്ഷികളായിട്ടുള്ളത്, റമദാനിൽ ആരാണോ ജീവിച്ചിരിക്കുന്നവർ, അവർക്ക് മേൽ എന്ത് നിർബന്ധമാണ്? ഫൽയസും, അവർ നോമ്പ് അനുഷ്ഠിക്കട്ടെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിയായിക്കൊണ്ട് കൽപ്പിക്കപ്പെടുകയാണ്. അപ്പൊ അത് അനുസരിക്കൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ആമുഖത്തിൽ പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്മ ചെയ്യാനുള്ള ഒരു സുവർണ അവസരമാണ്. ഒരു മനുഷ്യനെ അവന്റെ ഇബാദത്തിൽ നിന്ന് തടഞ്ഞു നിർത്താൻ, അതേപോലെ തന്നെ ഹറാമുകൾ ചെയ്യിപ്പിക്കുവാൻ വേണ്ടി ശൈത്താൻ സദാസമയം മനുഷ്യന്റെ കൂടെ ഉണ്ടാകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ശൈത്താന ലക്കും അദുവ്വുൻ മുബീൻ എന്നാണ് പഠിപ്പിച്ചത്. ശൈത്താൻ നിങ്ങൾക്ക് വ്യക്തമായ ശത്രുവാണ് എന്നാണ് പഠിപ്പിച്ചത്. ആ ശൈത്താനിലെ മല്ലന്മാരെ ബന്ധിപ്പിക്കപ്പെടുന്ന മാസമാണ് റമദാൻ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. അഥവാ ഒരു മനുഷ്യനെ വൈകേടിലാക്കുന്നത് ഒന്ന് അവന്റെ ദേഹമാണ്, അവന്റെ നഫ്സാണ്. രണ്ടാമത്തത് അവനെ ശൈത്താൻ വൈപിപ്പിക്കുമെന്നതാണ്. അപ്പൊ ഈ ശൈത്താനിന്റെ ഒരു ഷർറ് ഒരു പരിധി വരെ പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഇദാ കാന അവ്വലു ലൈലത്തി മിൻ ശഹ്രി റമദാൻ
റമദാനിന്റെ ആദ്യ രാത്രിയിൽ തന്നെ എന്താണ് സംഭവിക്കുക? സുഫിദത്തി ശയാത്തീൻ, ശൈത്താൻമാർ ബന്ധിപ്പിക്കപ്പെടും. അതേപോലെ തന്നെ വഗുല്ലിഖതി അബ്വാബുൻ നാർ, നരകത്തിന്റെ വാതിലുകൾ കൊട്ടിയടക്കപ്പെടും. വലം യഫ്തഹ് മിൻഹാ ബാബുൻ, അതിൽ നിന്ന് ഒരു വാതിൽ പോലും തുറക്കപ്പെടുകയില്ല. മാത്രമല്ല വഫുതിഹത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും. വലം യഖ്ലുഖ് മിൻഹാ ബാബുൻ, അതിൽ നിന്ന് ഒരു വാതിലും തുറക്കപ്പെടുകയില്ല. വയുനാദി മുനാദി, വിളിച്ചു പറയുന്നവൻ നാളെ പരലോകത്ത് വെച്ച് ഒരു വ്യക്തി വിളിച്ചു പറയുമെന്നാണ്. റമദാനിന്റെ രാത്രിയിൽ ഒരു പരലോകത്ത് വെച്ച് വയുനാദി മുനാദി, വിളിച്ചു പറയുന്നവൻ വിളിച്ചു പറയും. എന്താണ് വിളിച്ചു പറയുന്നത്? യാ ബാഗിയൽ ഖൈരി, നന്മ ഉദ്ദേശിക്കുന്നവനെ, അഖ്ബിൽ, നിങ്ങൾ മുന്നോട്ട് വരിക, നന്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾ മുന്നോട്ട് വരിക. എന്നാൽ വയാ ബാഗിയശ് ശർരി, തിന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവനെ, അഖ്സിർ, നിന്റെ തിന്മയൊന്ന് നീ ചുരുക്കുക. കാരണം ഇത് പരിശുദ്ധമായിട്ടുള്ള റമദാനാണ്. ഈ ഒരു അവസരത്തിൽ നീ തിന്മകളെ ചുരുക്കിക്കൊണ്ട് നന്മയിൽ മുന്നേറാനുണ്ടെങ്കിൽ അത് നിനക്ക് ഖൈറാണ്. മാത്രമല്ല വലില്ലാഹി ഉതഖാഉ മിനൻ നാരി, അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ആളുകളെ പ്രത്യേകം സെലക്ട് ചെയ്യപ്പെടുന്ന മാസമാണ് റമദാൻ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. പ്രിയപ്പെട്ടവരെ, ഈ റമദാനിൽ പഠിപ്പിക്കപ്പെട്ട ഈ ഓഫറുകൾ കംപ്ലീറ്റ് നമുക്ക് കിട്ടണമെന്ന ചിന്ത ഒന്നാമത് നമുക്കുണ്ടാവണം. ആ ചിന്ത കിട്ടാന്നുള്ളത് തന്നെ ഏറ്റവും വലിയ തൗഫീഖാണെന്നൊരു ബോധ്യം നമുക്കുണ്ടാവണം. കാരണം പരിശുദ്ധമായ റമദാൻ നമ്മുടെ മുൻപിൽ എത്തുമ്പോൾ അതിലുണ്ടാകുന്ന ഓഫറുകളെ കുറിച്ചുള്ള ധാരണ ഇല്ലാതെയാണ് നമ്മൾ അതിലേക്ക് പ്രവേശിക്കുന്നെങ്കിൽ നമ്മളെ പോലെ വിഡ്ഢികളായി മറ്റാരെങ്കിലും ഉണ്ടാകുമോ? നാളെ ടൗണിൽ ഒരു ടെക്സ്റ്റൈൽസ് തുറക്കുമ്പോൾ വമ്പിച്ച വില കുറവിൽ വസ്തുക്കൾ വിൽക്കുന്നുണ്ട് എന്ന് കേട്ടാൽ, അല്ലെങ്കിൽ വളരെ വില കുറവിൽ മൊബൈൽ ഫോണുകൾ പർച്ചേസ് ചെയ്യാൻ അവസരം കിട്ടുമെന്ന് കേട്ടാൽ, അതേപോലെ തന്നെ വളരെ കുറഞ്ഞ വിലയിൽ നമ്മുടെ വീട്ടിലെ സാധനങ്ങൾ വാങ്ങാൻ അവസരം കിട്ടുമെന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ടല്ലോ, അത് സ്വാഭാവികമായി മനുഷ്യന്റെ പ്രകൃതിയിൽ അടങ്ങിയ കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ എത്രയോ വലിയൊരു അവസരമല്ലേ പരിശുദ്ധമായിട്ടുള്ള റമദാൻ നമ്മിലേക്ക് ആഗതമായി എന്നുള്ളത്. എന്തുകൊണ്ട് അതിന് നമ്മുടെ ഹൃദയം സജ്ജമായിട്ടില്ല? എന്തുകൊണ്ട് നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങിയിട്ടില്ല? എന്തുകൊണ്ട് നമ്മുടെ വീടുകളും വാഹനങ്ങളും അതിനു വേണ്ടി ഒരുക്കി വെച്ചപ്പോൾ നമ്മുടെ ഹൃദയം അതിനുവേണ്ടി റെഡിയായിട്ടില്ല എന്ന് നമ്മളൊന്ന് ചോദിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, സ്വർഗ്ഗവാതിൽ തുറക്കപ്പെടും, അതേപോലെ തന്നെ നരകവാതിൽ അടക്കപ്പെടുന്ന മാസമാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. എന്ത് ചോദിച്ചാലും നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന മാസമാണ്. അതേപോലെ തന്നെ പരലോകത്ത് രക്ഷ കിട്ടാൻ വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥന ഉത്തരം കിട്ടുന്ന മാസമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സലാസത്തുൻ ലാ തുറദ്ദു ദഅവതുഹും, മൂന്ന് ആളുകളുടെ പ്രാർത്ഥന, മൂന്ന് വിഭാഗക്കാരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല തട്ടി മാറ്റുകയില്ല. അതിലൊരുത്തന്റെ പ്രാർത്ഥന ഏതാണ്? അസ്സായിമു ഹത്താ യുഫ്തിറ, നോമ്പ് നോറ്റ വ്യക്തി അവൻ നോമ്പ് മുറിക്കുന്നത് വരെ. നോമ്പ് നോറ്റ വ്യക്തി അവൻ മഗ്രിബിന്റെ സമയത്ത് അവന്റെ അന്നനാളത്തിലേക്ക് ഒരു ഈത്തപ്പയം വെക്കുന്നത് വരെ അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വതആല തട്ടി മാറ്റുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. രണ്ടാമത്തെ പ്രവാചകൻ പഠിപ്പിച്ചു, വൽ ഇമാമുൽ ആദിലു, നീതിമാനായിട്ടുള്ള നേതാവാണ്. അതേപോലെ തന്നെ മൂന്നാമത്തെ നമുക്ക് സുപരിചിതമായിട്ടുള്ളതാണ് ദഅവത്തുൽ മദ്ലൂമി, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥനയാണ്. യർഫഉഹുല്ലാഹു ഫൗഖൽ ഗമാമി, അത് അല്ലാഹു സുബ്ഹാനഹു വതആല മേഘങ്ങൾക്ക് മീതെ അവന്റെ പ്രാർത്ഥനകളെ ഉയർത്തും എന്നതാണ്. എന്നിട്ട് വതുഫ്തഹു ലഹാ അബ്വാബുസ് സമാഇ വയഖൂൽ യാ റബ്ബ്, എന്നിട്ട് ആകാശത്തിന് മുകളിലേക്ക് അവന്റെ പ്രാർത്ഥനകളെ ഉയർത്തിട്ട് വഇസ്സതി വജലാലി ലഅൻസുറന്നക വലൗ ബഅദ ഹീനി, എത്ര സമയത്തിന് ശേഷമാണെങ്കിലും ഈ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുമെന്നാണ്. പ്രിയപ്പെട്ടവർ, എത്ര വലിയൊരു അവസരമാണ്. ആ ഒരു അവസരം പായാക്കാൻ നമ്മൾ ഒരിക്കലും കൂട്ടാക്കരുത് എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, റമദാനിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത് അത് ക്ഷമിക്കുന്ന ആളുകളുടെ മാസമാണ്. എന്താണ് ക്ഷമയുടെ പരിണിത ഫലം? ക്ഷമ കൊണ്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഗുണം എന്താണ്? ക്ഷമയുടെ ഏറ്റവും വലിയ ഗുണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വതആല കണക്കില്ലാതെ പ്രതിഫലം നൽകുമെന്ന് പഠിപ്പിച്ചതാണ് ക്ഷമ എന്നുള്ളത്. ആ ക്ഷമിക്കാൻ ഒരു മനുഷ്യന്റെ ഇബാദത്തിൽ ക്ഷമ അനിവാര്യമാണ്. അതേപോലെ തന്നെ ഇബാദത്തിൽ ക്ഷമ, ഏറ്റവും കൂടുതൽ ക്ഷമിക്കേണ്ട ഇബാദത്തുകൾ ഒന്നാണ് റമദാൻ മാസത്തിലെ നോമ്പ് എന്നുള്ളത്. മറ്റു ഇബാദത്തിലും ക്ഷമ നിർബന്ധമാണ്, കാരണം ഇബാദത്തുകളെല്ലാം ക്ഷമ അനിവാര്യമാണെന്നാണ്. പക്ഷെ റമദാനിൽ ഒരു
മറ്റു ഇബാദത്തുകളെക്കാൾ കൂടുതൽ ക്ഷമ അനിവാര്യമാണ്. കാരണം അവന്റെ ശഹ്വത്തുകൾ അവൻ പിടിച്ചു നിർത്താൻ, അവന്റെ അന്നപാനീയങ്ങൾ അവൻ പിടിച്ചു നിർത്താൻ, അല്ലാഹു സുബ്ഹാനഹു തആല ഹലാലാക്കിയിട്ടുള്ള അവന്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ലൈംഗിക ബന്ധം പോലും പകലുകളിൽ നിഷിദ്ധമാക്കപ്പെടുകയാണ്. ഇതൊക്കെയും ആർക്ക് വേണ്ടി? അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞത്, നോമ്പ് എനിക്കുള്ളതാണ്, അതിനുള്ള പ്രതിഫലം ഞാൻ അവൻക്ക് നൽകുമെന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വെച്ചതുപോലെ ക്ഷമിക്കുന്നവന്റെ മാസമാണ് റമദാൻ എന്നാണ്. ക്ഷമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താണ്? ഇന്നമാ യുവഫസ്സാബിറൂന അജ്റുഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം നൽകുന്നതാണ്. 3 ഘട്ടത്തിലാണ് ഒരു വ്യക്തി ക്ഷമ അവന്റെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത്. അത് പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റാണ്. ഒന്നാമത് അസ്സബ്റു അലാ തആത്തില്ലാഹ്, അള്ളാഹിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ക്ഷമ വേണം. ജീവിതം കംപ്ലീറ്റ് ക്ഷമയാണ്. ഒന്ന് അള്ളാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിലൊക്കെ അതിനെ നമുക്ക് 3 ആയിക്കൊണ്ട് വേർതിരിക്കാൻ പറ്റും. ഒന്ന് അസ്വബ്റു അലാ തആത്തില്ലാഹ്, ഒന്ന് അള്ളാഹിനെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള ക്ഷമ. 2 റക്അത്ത് നമസ്കരിക്കാൻ ക്ഷമ അത്യാവശ്യമാണ്. ആ ക്ഷമയുടെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല തോന്നുന്നുവെങ്കിൽ നമ്മുടെ ഇബാദത്തൊന്ന് പുനഃപരിശോധിക്കേണ്ടതുണ്ട്. കാരണം നമ്മുടെ മൈൻഡിനെ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ബോധ്യത്തോടു കൂടി 2 റക്അത്ത് നമസ്കരിക്കണമെങ്കിൽ അത് നല്ല പണിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ച അസ്വബ്റു അലാ തആത്തില്ലാഹ്, അള്ളാഹിനെ അനുസരിക്കുന്ന വിഷയത്തിലുള്ള ക്ഷമ. ഒരാൾക്ക് വല്ല സ്വതക്കയും ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ള സക്കാത്ത് നൽകുന്നുണ്ടെങ്കിൽ പോലും അവന്റെ മനസ്സിൻ്റെ ഉള്ളിലെ ചാഞ്ചാട്ടങ്ങളെ കൺട്രോൾ ചെയ്യാൻ അവൻക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് വല്ല സ്വതക്കയും ചെയ്യുന്നെങ്കിൽ, മറ്റുള്ളവന്റെ പുഞ്ചിരി കാംക്ഷിച്ചുകൊണ്ട് വല്ല പ്രവർത്തനവും ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ അവൻ ക്ഷമയില്ലാത്ത അവസ്ഥയാണ്, അവന്റെ ഖിലാസ് തെറ്റുന്ന അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് അസ്വബ്റു അലാ തആത്തില്ലാഹ്, അള്ളാഹിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ക്ഷമ. എന്താണ് അവിടെ ക്ഷമിക്കേണ്ടതാണ്? റിയാ വരാതെ, മറ്റുള്ളവരുടെ പുകഴ്ത്തുകളെ വകവെക്കാതെ, മറ്റുള്ളവരുടെ നല്ല വാക്കുകൾ വകവെക്കാതെ അല്ലാഹുവിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് ഇബാദത്ത് ചെയ്യണമെന്നാണ്. അപ്പൊ അവിടെ ക്ഷമ നിർബന്ധമാണ്. രണ്ടാമത്തെ ക്ഷമ അസ്സബ്റു അലാ മഹാരിമില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു തആല നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുവാൻ ക്ഷമ അത്യന്തിക നിർബന്ധമായിട്ട് വേണ്ട ഒരു കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു തആല നമ്മോട് പറഞ്ഞു, വലാ തഖറബുസ് സിന, നിങ്ങൾ വ്യഭിചാരത്തോട് സമീപിക്കരുത്. അതേപോലെ തന്നെ നിങ്ങൾ മദ്യപിക്കരുത്, പന്നിമാംസം കഴിക്കരുത്. ഇതൊക്കെ നാട്ടിൽ സുലഭമായി കിട്ടുന്ന കാര്യമാണ്. ഒരുത്തന്റെ മൊബൈൽ ഫോണിൽ ഹറാമിന്റെ റീൽസുകൾ കാണുമ്പോൾ അത് മാറ്റിവെക്കാൻ ക്ഷമ അത്യാവശ്യമാണ്. മ്യൂസിക്കുള്ള ഒരു പാട്ട് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് വരുമ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യാൻ, അതിനെ മാറ്റാൻ ക്ഷമ അത്യാവശ്യമാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകുന്നുള്ളതാണ്. അപ്പൊ അവിടെ ക്ഷമ നിർബന്ധമാണ്. അസ്സബ്റു അലാ മഹാരിമില്ലാഹ്, അല്ലാഹുവിനോട് ധിക്കാരം ചെയ്യാതിരിക്കാൻ ക്ഷമ വേണമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ പ്രതിഫലം എത്ര മഹത്തമായി കൊണ്ട് പഠിപ്പിച്ചു. അവസാന കാലഘട്ടത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഉളങ്കയിൽ തീക്കനൽ പിടിച്ച് ജീവിക്കുന്നതിന് തുല്യമാണ് മുഅ്മിനിന്റെ ജീവിതം എന്നാണ്. കാരണം സകല മേഖലകളിൽ നിന്നും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഹറാം അവനെ പിടികൂടുമെന്നാണ്. എത്ര ക്ലിയർ ആണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വാചകം എന്ന് നിങ്ങൾ നോക്ക്. നമ്മൾ ഇടപെടുന്ന ക്യാമ്പസുകളിൽ, നമ്മൾ ഇടപെടുന്ന മാർക്കറ്റുകളിൽ, നമ്മൾ ഇടപെടുന്ന നമ്മുടെ കുടുംബങ്ങളിൽ പോലും ഹറാമിന്റെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾ പോലും നമുക്ക് അനുകൂലമായിട്ടല്ല എന്നതാണ്. ഹറാമുകൾ അതിൽ നിന്ന് കേൾക്കുന്ന അവസ്ഥയാണ്. അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് ഒരു മുഅ്മിനൊരു മുത്തഖിയായി ജീവിക്കണമെങ്കിൽ നല്ല ക്ഷമ ആവശ്യമായി വരുമെന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അവിടെ പ്രസക്തമാകുന്നത്. അവസാന കാലഘട്ടത്തിൽ ഉളങ്കയിൽ തീക്കനൽ പിടിച്ച് ജീവിക്കുന്നതിന് തുല്യമാണെന്നാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു വലിയൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ജിഹാദ് എന്നുള്ളത് അത് അന്യമതസ്ഥരോടുള്ള ആയുധമേന്തിക്കൊണ്ടുള്ള ജിഹാദല്ല, ഹറാമിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള അവന്റെ ഒരു മനസ്സ്, അവന്റെ ഒരു പ്രയത്നം, അതാണ് ജിഹാദ് എന്നുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിലുള്ള ജിഹാദ് അതാണെന്നുള്ളത്. ഹറാമ് വരുമ്പോൾ അതിനോട് നോ പറയാൻ പാടില്ല എന്ന് പറയാം. ഇന്നി അഖാഫുല്ലാഹ്, റബ്ബിനെ ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കാൻ ക്ഷമ അത്യാവശ്യമാണ്. ഇതൊക്കെ നമുക്ക് കിട്ടും. ഏതുകൊണ്ട്? ഒരു വ്യക്തി റമദാൻ മാസത്തിൽ അനുഷ്ഠിക്കുന്ന നോമ്പ് കൊണ്ട്. കാരണം നോമ്പിന്റെ ലക്ഷ്യമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയാണ് പഠിപ്പിച്ചതെന്നാണ്. ഞാൻ അതിലേക്ക് വരുന്നുണ്ട്. മൂന്നാമത് പ്രിയപ്പെട്ടവരെ, മൂന്നാമത്തെ ക്ഷമ എന്നുള്ളത് വസ്വബ്റു അലാ അഖ്ദാരില്ലാ. ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വരും, ജീവിതത്തിൽ സമ്പത്തുകൾ നഷ്ടപ്പെടും, കെട്ടിയുണ്ടാക്കിയിട്ടുള്ള നമ്മുടെ കച്ചവടങ്ങൾ നമ്മുടെ കൺമുമ്പിൽ വെച്ച് തകർന്നടിഞ്ഞു വീഴും. അതേപോലെ തന്നെ നമ്മൾ വളർത്തിയ നമ്മുടെ പൊന്നോമന മക്കൾ നമ്മുടെ മുൻപിൽ വെച്ച് കൊല്ലപ്പെടും, നമ്മുടെ ഭാര്യമാർ നമ്മുടെ മുൻപിൽ വെച്ച് മരണപ്പെടും, നമ്മൾ
ഉറ്റമായി സ്നേഹിച്ച് നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ മുമ്പിൽ വെച്ച് മരണപ്പെടുന്ന അവസ്ഥയുണ്ടാകും, എല്ലാം ഉണ്ടാകും. അവിടെയൊക്കെ അചഞ്ചലമായിട്ടുള്ള ക്ഷമ ആരാണ് കൈക്കൊള്ളുന്നത്? അവിടെ ക്ഷമിക്കൽ നിർബന്ധമാണ്, അവിടെ നമ്മൾ ക്ഷമ കൈകൊള്ളേണ്ടതാണ്. ഈ 3 ഘട്ടങ്ങളിലൂടെയാണ് ഒരു മനുഷ്യൻ ക്ഷമ കൈകൊള്ളുന്നതെന്നാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ ക്ഷമയുടെ ഭാഗം ഇവിടെ പറയാൻ കാരണം, റമദാൻ മാസം എന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്ഷമയാണ്. പകലുകളിൽ അവന്റെ മുമ്പിൽ ഭക്ഷണമുണ്ട്, പകലുകളിൽ അവന്റെ മുമ്പിൽ തണുത്ത വെള്ളമുണ്ട്, അവൻ നിത്യേന ബന്ധപ്പെടുന്ന തന്റെ ഭാര്യ തന്റെ മുൻപിലുണ്ട്. പക്ഷെ അതെല്ലാം നിഷിദ്ധമാക്കിക്കൊണ്ട് റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി അതെല്ലാം ക്ഷമിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്നവന്റെ തഖ്വ, അതാണ് റമദാനിലെ മാസം എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്റിന്റെ ദിവസമാണ്. ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന മഹത്തായിട്ടുള്ള ഒരു രാത്രി, ലോകത്ത് മറ്റൊരു ദിവസങ്ങൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാത്ത മഹത്തായിട്ടുള്ളൊരു രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത് അത് റമദാനിലെ രാത്രിയാണ്. ലൈലത്തുൽ ഖദ്രി ഖൈറു മിൻ അൽഫി ശഹർ, 1000 മാസത്തേക്കാൾ ഉത്തമമാണ് ആ ഒരൊറ്റ രാത്രി. 1000 മാസത്തേക്കാൾ ഉത്തമമാണ് ആ ഒരൊറ്റ രാത്രി എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്ന മാസം അത് റമദാനിലാണ്. ആ ദിവസം റമദാനിലാണെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞത്? മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാന വഹ്തിസാബ, ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഈമാനോടുകൂടി പ്രതിഫലം കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി ആരാണോ ഇബാദത്ത് ചെയ്യുന്നത്, ആരാണോ നമസ്കരിക്കുന്നത്, എന്താണ് ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവന്റെ പാപങ്ങളെല്ലാം, മുൻകഴിഞ്ഞു പോയിട്ടുള്ള പാപങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ലൈലത്തുൽ ഖദ്ർ എന്ന് പറഞ്ഞ മഹത്തായിട്ടുള്ള രാത്രിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് അത് റമദാനിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, എന്താണ് റമദാൻ കൊണ്ട് ഒരു മുഅ്മിന് കിട്ടാവുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു കാര്യം? അവന്റെ സ്വഭാവത്തെ നന്നാക്കാൻ സാധിക്കും, അവന്റെ മനസ്സിനെ നന്നാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താണ്? വമൻ ലം യദഅ ഖൗല സൂരി വൽ അമലി ബിഹി, മോശമായിട്ടുള്ള വാക്കുകൾ സംസാരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ, അത് റമദാനിൽ അവൻ ഉപേക്ഷിച്ചിട്ടില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജതൻ, അല്ലാഹുവിന് ആവശ്യമില്ല. എന്താ ആവശ്യമില്ല? അൻ യദഅ തുആമഹു വശറാബഹു, അവന്റെ അന്നപാനീയങ്ങളെ അല്ലാഹുവിന് വേണ്ടി മാറ്റി നിർത്തുന്ന ഒരു കാര്യം അവൻക്ക് ഉണ്ടാവേണ്ടതില്ല. അവൻ അതൊക്കെ തിന്നുന്നതാണ് അവൻക്ക് നല്ലത്. മോശപ്പെട്ട വാക്ക് ഉച്ചരിക്കുന്നവനാണെങ്കിൽ, മോശം പ്രവൃത്തി ചെയ്യുന്നവനാണെങ്കിൽ, നാവിനെ നിയന്ത്രിക്കാൻ കഴിയാത്തവനാണെങ്കിൽ അവന്റെ നോമ്പ് കൊണ്ടൊരു കാര്യമില്ല എന്നുള്ളത്. അതിനുള്ളൊരു പ്രാക്ടീസ് ആണ് പ്രിയപ്പെട്ടവരെ റമദാൻ എന്നുള്ളത്. റമദാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ മുമ്പേ നമ്മൾ സജ്ജരാവണം. നമ്മുടെ നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. അതേപോലെ തന്നെ നമ്മുടെ അക്രമ സ്വഭാവം നമ്മൾ നിയന്ത്രിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നമ്മൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകം ഉണ്ടല്ലോ, ഹാസിബു അൻ ഖബ്ല അൻ തുഹാസബു, നിങ്ങളെ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, നിങ്ങൾ ആരാണെന്ന്, നിങ്ങളുടെ സ്വഭാവം എന്താണ്, വീട്ടിൽ ഭാര്യയോട് പെരുമാറുന്ന എന്റെ പെരുമാറ്റം എങ്ങനെയാണ്, മക്കളോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, നാട്ടുകാരോട് ഞാൻ എങ്ങനെ പെരുമാറുന്നു, നമ്മുടെ കമ്മിറ്റിയിൽ മറ്റുള്ളവരുടെ സഹപ്രവർത്തകരോട് എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ, ഒന്ന് നമ്മൾ സ്വയം ഒന്ന് ആലോചിക്കുക എന്നുള്ളത്. പ്രിയപ്പെട്ടവർ, നമ്മുടെ നാവ് എന്നുള്ളത് അത് പ്രത്യേകം നമ്മൾ വിചാരണ ചെയ്യപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 കാരണങ്ങൾ കൊണ്ടാണ് ഒരു വ്യക്തി നരകത്തിൽ പോകുന്നതെന്നാണ്. ഒന്ന് അവന്റെ ലൈംഗിക അവയവമാണ്, രണ്ടാമത് എല്ലില്ലാത്തവന്റെ നാവാണ്. കാരണം നാവ് കൊണ്ട് ഉണ്ടാകുന്ന വിപത്തുകൾ അത്രമാത്രം ഗൗരവമാണ്. ഈ നാവിനെ നിയന്ത്രിക്കാതെയാണ് ഒരു വ്യക്തി റമദാനിലേക്ക് പ്രവേശിക്കുന്നതെങ്കിൽ അല്ലാഹ് പറയുന്നത് ഫലൈസ ലില്ലാഹി ഹാജതൻ, അല്ലാഹ്ക്ക് ആവശ്യമില്ല അവന്റെ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതും അതേപോലെ തന്നെ അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്ത് അതൊന്നും ഒരു കാര്യമില്ല. അല്ലാഹ്ക്ക് ആവശ്യം അവന്റെ നാവിനെ നിയന്ത്രിക്കണം. അവന്റെ ഖൗലു സൂർ, മോശമാക്കപ്പെട്ട വാക്കുകൾ ഉച്ചരിക്കുന്നത് അവൻ നിർത്തണം. നമ്മൾ ഗീബത്ത് പറയുന്നത് നമ്മൾ നിർത്തണം. എന്താണ് ഗീബത്ത്? പ്രിയപ്പെട്ടവരെ, പല ആളുകളും നിസാരമായി കാണുന്ന ഒരു പ്രവണതയാണ് ഗീബത്ത് പറയാന്നുള്ളത്. നമ്മൾ ഒഴിവാക്കണം. ഈ ഒരു അവസരത്തിൽ നമ്മൾ നിർത്തണം. എന്താണ് ഗീബത്ത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, അത്തദ്റൂന മൽ ഗീബ, ഗീബത്ത് എന്താ നിങ്ങൾക്ക് അറിയോ? അപ്പൊ സ്വഹാബികൾ പറയാൻ, ഖാലു അല്ലാഹു വറസൂലു അലം, അല്ലാഹുവും അവന്റെ റസൂലിനും അറിയാം. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് നൽകുന്ന മറുപടി എന്താ അറിയോ? ദിക്റുക അഖാക മാ യക്റ, ആ വാചകമാണ് ഗീബത്തിന്റെ വിഷയത്തിൽ നമ്മൾ ഓർക്കേണ്ടത്. നിന്റെ സഹോദരനെ കുറിച്ച് അവൻക്ക് ഇഷ്ടപ്പെടാത്ത വാചകം നീ പറയൽ. നമ്മൾ ആലോചിക്കാം, എന്റെ സഹോദരനെ കുറിച്ച്, എന്റെ കൂട്ടുകാരനെ കുറിച്ച്, എന്റെ കമ്മിറ്റിയിലുള്ള ഒരു അംഗത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ കോട്ട് ചെയ്ത് സംസാരിക്കുമ്പോൾ ആ വാചകം അവൻക്ക് ഇഷ്ടപ്പെടാത്ത വാചകമാണെങ്കിൽ അത് ഗീബത്താണ്.
അത് ഗീബത്താണെന്നുള്ള ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. എന്താണ് ഗീബത്തിന്റെ ഗൗരവം? എന്താണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്? മരിച്ചു കിടക്കുന്നതിന്റെ സഹോദരന്റെ പച്ചമാംസം നീ തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അതിന് തുല്യമാണ് അവനെ കുറിച്ച് ഗീബത്ത് പറയാന്ന്. നമ്മൾ വിചാരിക്കും. അപ്പൊ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ അവനെ കുറിച്ചുള്ള കാര്യമാണ് പറയുന്നത്, ഇല്ലാത്തൊരു കാര്യം പറയുന്നില്ല. പ്രവാചകൻ പറയും, ഉള്ള കാര്യം പറയലാണ് ഗീബത്ത്, ഇല്ലാത്ത കാര്യം പറയുകയാണെങ്കിൽ അത് അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ നാവിനെ നിയന്ത്രിക്കാൻ കഴിയാതെ നമ്മുടെ നോമ്പ് അല്ലാഹ്ക്ക് വേണ്ട എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കണം. ആ ഒരു സ്വഭാവം നമ്മൾ ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട് ഗീബത്തിന്റെ ഗൗരവം എത്രത്തോളം എന്ന് വെച്ചാൽ, മിഅ്റാജിന്റെ രാത്രി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നുണ്ട്. ലമ്മ അറജ ബി റബ്ബി മറർതു ബിഖൗമിൻ, ഒരു സമുദായത്തിന്റെ അടുത്ത് കൂടി പരലോകത്ത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്നുണ്ട് മിഅ്റാജിന്റെ രാത്രി. അപ്പോൾ ചില ആളുകൾ അൽഫാറു മിൻ നുഹാസിൻ, ചെമ്പ് കൊണ്ടുള്ള നഖം, യഖ്മിശൂന ഫീ വുജൂഹിഹിം വസുദൂരിഹിം, അവരവരുടെ മുഖത്തും അതേപോലെ തന്നെ അവരവരുടെ നെഞ്ചത്ത് ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പ്രവാചകൻ ചോദിച്ചു, വമൻ ഹൗലായി യാ ജിബ്രീൽ, ജിബ്രീൽ ആരാണ് ഈ കൂട്ടർ, ആരാണ് ഈ കൂട്ടർ, കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം നൽകുന്ന മറുപടി, ഹൗലാഇ ലദീന യഖുലൂന ലുഹൂമൻ നാസി, ജനങ്ങളുടെ പച്ച മാംസം തിന്നുന്ന ആൾക്കാരാണ്, ജനങ്ങളുടെ പച്ച മാംസം തിന്നുന്ന ആൾക്കാരാണ് പ്രവാചകർ അവർ. അതേപോലെ അവരുടെ അഭിമാനത്തിന് യാതൊരു വിലയും നൽകാത്ത ആളുകളാണ്. മുഅ്മിനിന്റെ അഭിമാനത്തിന് വിലയുണ്ടെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. അത് അല്ലാഹ് നൽകിയതാണ്. അവൻ മുഅ്മിനാണോ, അവന്റെ അഭിമാനത്തിന്, അവന്റെ സമ്പത്തിന്, അവന്റെ രക്തത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രത നൽകിയിട്ടുണ്ട്. അതിനെ അധിക്ഷേപിക്കാൻ, അതിനെ കളങ്ക വരുത്താൻ, മറ്റുള്ളവന്റെ മുമ്പിൽ സഹോദരനെ അല്ലെങ്കിൽ സഹോദരിയെ കൊച്ചാക്കാൻ നമുക്ക് അല്ലാഹു അർഹത തന്നിട്ടില്ല എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടത് നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ഒരു കാര്യമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാര്യത്തെ നമ്മൾ നിസ്സാരമായി കാണുന്നത്, പക്ഷെ ഇത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇത്രയും വലിയ ശിക്ഷ പരലോകത്തുണ്ടാവുന്നതാണ്. ഇനി മാത്രമല്ല, എന്താണ് ഇതിന്റെ തൗബ എന്താ നിങ്ങൾക്കറിയാം? അള്ളാഹുവെ പുറത്തു തരണേ എന്ന് നമുക്ക് മറ്റു തിന്മകൾ ചെയ്ത് നമുക്ക് പറയാം. പക്ഷെ ഇതിന് ഒരു കണ്ടീഷനും കൂടി ഉണ്ട്. ആരെ കുറിച്ചാണ് പറഞ്ഞത്? അവരെടുത്ത് നമ്മൾ പോണം, എന്നിട്ട് അവരോട് പറയണം, എന്നെ കുറിച്ച് ഇന്നതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നീ മാപ്പാക്കി തരണം. അപ്പോഴേ അള്ളാഹ് പുറത്തു തരുള്ളൂ എന്നുള്ള ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അപ്പൊ അത്രയും വലിയ ഗൗരവപ്പെട്ട വിഷയം. എന്തിനാണ് ഞാൻ ഇത് പറഞ്ഞത്? ഈ സ്വഭാവം ഉപേക്ഷിക്കാതെയാണ് നമ്മൾ റമദാനിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നതെങ്കിൽ അള്ളാഹ് പറഞ്ഞത് എന്താണ്? അതിന്റെ ആവശ്യം എനിക്കില്ല എന്നുള്ള. അങ്ങനെ നോമ്പ് വെക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. അള്ളാഹ്ക്ക് പരിപൂർണമായി കീയൊതുക്കിക്കൊണ്ട്, നാവിനെ നിയന്ത്രിച്ചുകൊണ്ട്, ലൈംഗിക അവയവത്തെ നിയന്ത്രിച്ചുകൊണ്ട്, റബ്ബിനെ പരിപൂർണമായി കൊണ്ട് കീയൊതുങ്ങുക. അതാണ് മുസ്ലിം. ഇബ്രാഹിം നബിയോട് പറഞ്ഞ അസ്ലിം, കീയൊതുങ്ങി ഇബ്രാഹിമെ. ഇബ്രാഹിം നബി നൽകിയ മറുപടി, അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, പരിപൂർണമായി കൊണ്ട് റബ്ബിനെ ഞാൻ കീയൊതുങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന് കീയൊതുങ്ങാന്നുള്ളതാണ് മുസ്ലിം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാവിനെ അതേപോലെ നമ്മുടെ സ്വഭാവത്തിലേക്ക് നിയന്ത്രിക്കാൻ പറ്റിയ നല്ലൊരു മാസമാണ് റമദാൻ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ നാവിനെ പരിപൂർണമായി നിയന്ത്രിച്ചു കൊണ്ടായിരിക്കണം നമ്മൾ റമദാൻ മാസത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ. അതേപോലെ തന്നെ ദുനിയാവിനോട് വിരക്തി കാണിക്കാൻ പറ്റിയ ഒരു മാസമാണ്. എന്താണ് ഈ ദുനിയാവിനോടുള്ള വിരക്തി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കുന്ന ഒരു വിരക്തി ഉണ്ട്. അത് ഇന്ന് കാണുന്ന സൂഫികളും അതേപോലെ തന്നെ കള്ളത്തൊരീക്കത്തിന്റെയും ആളുകൾ കാണിക്കുന്ന കാട്ടിക്കൂട്ടലുകൾ, അതല്ല വിരക്തി എന്ന് പറഞ്ഞാൽ. വിരക്തി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വൽ ആഖിറതു ഖൈറു വഅബ്ഖ, പരലോകമാണ് ഏറ്റവും ഖൈറായതും അതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് എന്ന വാചകം ഉണ്ടല്ലോ, അത് നമ്മുടെ മനസ്സിൽ തറക്കുമ്പോൾ ദുനിയാവിനോട് നമ്മൾ കാണുന്ന ഒരു നിസാരത ഉണ്ടല്ലോ, അതാണ് വിരക്തി നമ്മൾ മനസ്സിലാക്കണം. ആ വിരക്തി നമ്മൾക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ലൗ അന്ന ലി ഇബ്നി ആദം വാദിയൻ മിനദ്ദഹ് യുഹിബ്ബു അൻ യകൂന ലഹു വാദിയാനി മിനദ്ദഹ്. അതാണ് മനുഷ്യന്റെ സ്വഭാവം. മനുഷ്യൻക്ക് ഒരു തായ്വാരം നിറയെ സ്വർണം കൊടുത്തു കഴിഞ്ഞാൽ അവൻ ആഗ്രഹിക്കുന്നത് ഇതേപോലത്തെ 2 എണ്ണം ഉണ്ടായെങ്കിൽ മതിയായിരുന്നു, 2 എണ്ണം കൊടുത്ത അപ്പുറത്തും കൂടി കിട്ടിയിരുന്നെങ്കിൽ. ഇതാണ് മനുഷ്യന്റെ സ്വഭാവം എന്നുള്ളത്. പക്ഷെ പരലോകത്തിന്റെ ചിന്തയാണ് അവന്റെ ഹൃദയത്തിലേക്ക് സന്നിവേശിക്കുന്നതെങ്കിൽ, അതാണ് അവന്റെ ഹൃദയത്തിലുള്ളതെങ്കിൽ അവൻക്ക് ആ ദുനിയാവ് ഒരു സംഭവമാവില്ല എന്നുള്ളത്. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും, അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന, റബ്ബേ ദുനിയാവിനെ നീ ഞങ്ങൾക്ക് മുമ്പിൽ വലിയ സംഭവമാക്കി കാണിക്കില്ല റബ്ബേ. അല്ലാഹുമ്മ ലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന വലാ മബ്ലഗ ഇൽമിന. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 6 ദീനാറും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താവുന്ന സമയത്ത് ആകെ അവശേഷിച്ച 6 ദീനാറും മറ്റുള്ളവർക്ക് സദഖ ചെയ്തുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതെന്നാണ്. കാരണം അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ അൻസാരികളുടെ അടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഒരു അൻസാരി യുവാവ് ഇങ്ങനെ നല്ല വീടുണ്ടാക്കാൻ
വീടുകളെങ്ങനെ ഇങ്ങനെ നല്ല മോടി കൂട്ടുന്നതാണ് ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം. താൽക്കാലികമായിട്ട് ജീവിക്കാനുള്ള ഒരു വീടൊക്കെ ആക്കിയാൽ മതി, അത്ര വലിയ മോടി കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാല് കുറച്ചു കാലം ഇന്ന് കണ്ടവനെ നാളെ കാണില്ല, അത്രേ ഉള്ളൂ ദുനിയാവ്. അപ്പൊ അതിന്റെ പിന്നാലെ അങ്ങോട്ട് വല്ലാണ്ട് പോകേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇങ്ങനെ ഓർമ്മിപ്പിക്കാൻ. ഈ സുഖദുഃഖങ്ങളൊക്കെ മുറിച്ചു കളയുന്ന ഒരു മരണം ഉണ്ടല്ലോ, അതിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാ, എപ്പോഴും ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കാന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറയുന്നുണ്ട്. അപ്പൊ ആ വിരക്തിക്ക് പറ്റിയ ഒരു മാസമാണ് റമദാന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് മുറിച്ചിട്ട പനയോലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കിടക്കുന്നുണ്ട്. ആ കിടത്തത്തിൽ പ്രവാചകന്റെ നടപ്പുറത്ത് ഇങ്ങനെ പുറംഭാഗത്ത് ഇങ്ങനെ ആ ഓലയുടെ പാട് ഇങ്ങനെ കണ്ടപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കാൻ, ഇത് ആരാണ് ഈ കിടക്കുന്നത്? ആ ചുട്ടുപൊള്ളുന്ന മണൽ പരപ്പിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അഷ്റഫുൽ ഖൽഖാണ് കിടക്കുന്നത്. മനുഷ്യന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്നത്. എന്നിട്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കരയാനുണ്ടപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്തിനാണ് ഉമർ ഇങ്ങനെയൊക്കെ കരയുന്നത്? എന്തിന് കരമാത്രം എന്തുണ്ടായിരുന്നു? പ്രവാചകരെ, കിസ്റ കൈസർ ചക്രവർത്തിമാർ അവരുടെ സുഖലോലുപതകളിൽ അതേപോലെ തന്നെ പട്ടുമെത്തകളിൽ അവർ കിടന്നുറങ്ങുമ്പോൾ പ്രവാചകരെ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താണ്? ലഹുമുദ് ദുനിയാ വലൻ ആഖിറ. അവർക്ക് ദുനിയാവുണ്ട് ഉമറെ, നമുക്ക് പരലോകം. അതാണ് വിരക്തി എന്ന് പറഞ്ഞാൽ. പരലോകത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ മാറ്റിവെക്കാൻ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്നുള്ളത് ഇബാദത്തിന്റെ അതായത് ഇബാദത്ത് നമ്മൾ ജീവിക്കേണ്ടത് തന്നെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ആ ഇബാദത്തിലേക്ക് അടുക്കാൻ ഉതകുന്ന രീതിയിലുള്ള നമ്മുടെ ജീവിതം സെറ്റാക്കുക എന്നുള്ളതാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ എന്തൊക്കെ നമുക്ക് നേടാൻ പറ്റുമോ അതൊക്കെ നേടിയിട്ട് ഒരു സൈഡായിട്ടാണ് നമ്മുടെ ഇബാദത്ത്. അങ്ങനെയല്ല, ദുനിയാവ് വളരെ കുറച്ചുള്ളൂ. ആ പരലോകത്തിന് വേണ്ടി നമ്മൾ റെഡി ആവാന്നുള്ളതാണ്. അപ്പൊ അതിന് പറ്റിയൊരു മാസാണ് റമദാൻ എന്നാണ് നമുക്ക് പഠിപ്പിക്കപ്പെട്ടത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം അല്ലാഹ് പറഞ്ഞതാണ്, അസ്സൗമുലി, നോമ്പ് എനിക്കുള്ളതാണ്, അതിന് പ്രതിഫലം നൽകുന്ന ആരാണ്? ഞാനാണ്. അതേപോലെ തന്നെ കാരണം ദുനിയാവിൽ അവൻക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സുഖങ്ങളൊക്കെ അവൻ അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അതെന്നാണല്ലോ ഏറ്റവും വലിയ വിരക്തി. കാരണം അവന്റെ ശഹവത്തുകളെ, ഇച്ഛകൾ അവൻ ഉപേക്ഷിക്കുന്നുണ്ട്. അവൻ കഴിക്കുന്ന ഭക്ഷണത്തെ അവൻ ഉപേക്ഷിക്കുന്നുണ്ട്. വശുർബഹു, അവന്റെ പാനീയത്തെ ഉപേക്ഷിക്കുന്നുണ്ട്. മിൻ അജ്ലി, അത് എനിക്ക് വേണ്ടിയാണ് അവൻ ഉപേക്ഷിക്കുന്നത്. അപ്പൊ അത് അവൻക്ക് വിരക്തി ഉണ്ടാക്കാൻ ശേഷമുള്ള 11 മാസങ്ങളിൽ പരലോകത്തെ ഓർത്തുകൊണ്ട് അവന്റെ ദേഹേച്ഛകളെ മാറ്റി അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഒരു അവസരമായിട്ടാണ് റമദാന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള വിരക്തിക്കുള്ള ഒരു മാസമാണ് റമദാൻ എന്ന് നമ്മൾ മനസ്സിലാക്കാം. അതേപോലെ തന്നെ റമദാനിൽ കിട്ടുന്ന ഏറ്റവും വലിയൊരു ഫള് എന്ന് പറഞ്ഞാൽ ആ മാസത്തിൽ ചെയ്യുന്ന ഉംറക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പമുള്ള ഹജ്ജിന്റെ പ്രതിഫലമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന ഉംറതൻ ഫി റമദാൻ, റമദാനിലെ ഉംറ തഖ്ലി ഹജ്ജതൻ മഇ, എന്റെ കൂടെ ഹജ്ജ് ചെയ്യുന്ന പുണ്യമാണ്. ബുഖാരി റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. റമദാൻ മാസത്തിലുള്ള ഖുർആൻ പാരായണം, റമദാൻ മാസത്തിൽ മാത്രമല്ല ഖുർആൻ പാരായണം വേണ്ടത്. എന്തുകൊണ്ടാണ് റമദാൻ മാസത്തിൽ ഖുർആൻ പാരായണത്തിന് പ്രത്യേകം നൽകുന്നത്? ഉൻസില ഫീഹിൽ ഖുർആൻ, അത് ഖുർആൻ ഇറക്കപ്പെട്ട മാസം എന്നാണ്. അതല്ലാത്തപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഖുർആൻ പാരായണം ഉണ്ടാകണമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ റമദാൻ മാസത്തിലുള്ള ഖുർആൻ പാരായണം, റമദാൻ മാസത്തിലുള്ള നോമ്പും നാളെ പരലോകത്ത് വിശ്വാസികൾക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിക്കുന്നുണ്ട്. പുണ്യത്തൊന്നും നിസാറായി കാണാം. പ്രവാചകൻ ഒരു വാചകം ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർമ്മ വരാം, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, ഒരു നന്മയെയും നീ നിസാറായി കാണരുത്. ഒരു നന്മയെയും നീ നിസാറായി കാണരുത്. എന്റെ കണ്ണിൽ അത് ചെറിയ നന്മയായിരിക്കും. വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖി, നിന്റെ സഹോദരന്റെ മുഖത്ത് നോക്കി നല്ല പുഞ്ചിരിക്കുന്ന ആ നന്മയെ പോലും നീ എന്താക്കരുത്, നിസാരമായി കാണരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ റമദാൻ മാസത്തിൽ കിട്ടുന്ന ചെയ്യാവുന്ന ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ഇബാദത്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ. അതിനെ നമ്മൾ തീരെ നിസാരമായി കാണരുതെന്നാണ്. കാരണം ആകെ ഒരൊറ്റ മാസം വർഷത്തിൽ കിട്ടുന്നുള്ളൂ, ഒരൊറ്റ മാസം. ഇസ്ലാം ഒരിക്കലും അവന്റെ ജോലിയും സമ്പത്തും ഉപേക്ഷിച്ചുള്ള ഇബാദത്ത് ഒരിക്കലും ഇസ്ലാം പ്രൊമോട്ട് ചെയ്യണില്ല. അത് തെറ്റിദ്ധാരണ. അവന്റെ ജോലിയും അതേപോലെ തന്നെ അവന്റെ ഭാര്യയോടുള്ള ബാധ്യതകളും അവന്റെ മക്കളോടുള്ള ബാധ്യതകളും അവന്റെ മാതാപിതാക്കളോടുള്ള ബാധ്യതകളൊക്കെ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഇബാദത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പക്ഷേ റമദാനിലേക്ക് എത്തുമ്പോൾ ഒരൊറ്റ മാസത്തിന് വേണ്ടി അവന്റെ ജോലി അവൻക്ക് ഉപേക്ഷിക്കാം. അതേപോലെ തന്നെ താൽക്കാലികമായി അവന്റെ ഭാര്യയോട് വിട്ടുനിൽക്കാം. അതേപോലെ തന്നെ മാതാപിതാക്കളോടൊക്കെ നല്ല രീതിയിൽ അടുപ്പങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ പ്രധാനമായിക്കൊണ്ട് നമുക്ക് ഇബാദത്തിനൊക്കെ
മാറ്റി നിർത്താന്നുള്ളതാണ്. അത് ഒരൊറ്റ മാസത്തിന് അവിടെ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ടെന്നാണ്. കാരണം കൊല്ലത്തിൽ ഒരൊറ്റ 30 ദിവസമേ വരുന്നുള്ളൂ. അതിനടുത്ത കൊല്ലം കിട്ടിക്കൊള്ളണമെന്നില്ല. അതാണ് ആ മാസത്തിന്റെ പ്രത്യേകത. അപ്പൊ ആ ഒരു വിഷയത്തിൽ നമ്മൾ അലംഭാവം കാണിക്കരുത്. നമുക്ക് കിട്ടുന്ന ഒരു അവസരം നമ്മൾ മുതലാക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്സിയാമു വൽ ഖുർആൻ യശ്ഫഅനി ലി അബ്ദി യൗമൽ ഖിയാമ. നാളെ പരലോകത്ത് ഖുർആനും അതേപോലെ തന്നെ നോമ്പും അല്ലാഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് പറയും. എന്നിട്ട് പറയും യഖൂലു സിയാം, നോമ്പ് പറയണ വാചകം എന്താ അറിയോ? യാ റബ്ബ്, എന്റെ റബ്ബേ, മനഅതുഹു തആം വശഹവാത്ത്, ഞാനാണ് അവന്റെ ഭക്ഷണവും അവന്റെ ഇച്ഛകളെയും തടഞ്ഞു നിർത്തിയ ഞാനാണ് പകലുകളിൽ. അതേപോലെ തന്നെ ഫശഫിഅനി ബി, അതുകൊണ്ട് റബ്ബേ അവൻക്ക് നീ ശഫാഅത്ത് നൽകണേ എന്ന് നോമ്പ് പറയുന്നതാണ്. വയഖൂലുൽ ഖുർആനു, ഖുർആൻ പറയും മനഅതുഹുൽ നൗമ ബില്ലൈലി, രാത്രിയിലുള്ള അവന്റെ ഉറക്കത്തെ തടസ്സം നിന്നത് ഞാനാണ് റബ്ബേ, അതുകൊണ്ട് ഫശഫിഅനി ഫീഹി ഫയശ്ഫഅനി, അതുകൊണ്ട് റബ്ബേ നീ അവൻക്ക് ശഫാഅത്ത് ചെയ്യാൻ, അവൻക്ക് എനിക്ക് ശഫാഅത്ത് ചെയ്യാനുള്ള അവസരം നീ നൽകണേ എന്ന് ഖുർആൻ അവിടെ പറയുന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് വേണ്ടി നാളെ പരലോകത്ത് ശുപാർശ ചെയ്യുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ ആമുഖത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, റമദാൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് ഒരു മനുഷ്യൻ റമദാനിലെ നോമ്പ് കൊണ്ട് അവർക്ക് കിട്ടേണ്ട ഒരു ബെനിഫിറ്റ് എന്താണ്? 30 ദിവസവും നോമ്പ് നോച്ചിട്ട്, അല്ലെങ്കിൽ റമദാനിൽ ഒരു നോമ്പ് നോച്ചിട്ട് അവന്റെ ജീവിതത്തിൽ തഖ്വ ഇല്ലെങ്കിൽ, ആലോചിച്ചോ, ഒരു നോമ്പ് അനുഷ്ഠിച്ചിട്ട് അവന്റെ ജീവിതത്തിൽ സൂക്ഷ്മത ഇല്ലെങ്കിൽ ആ നോമ്പ് കൊണ്ടുള്ള റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടില്ല നമ്മൾ മനസ്സിലാക്കണം. കാരണം നോമ്പിന്റെ ലക്ഷ്യമായിക്കൊണ്ട് അല്ലാഹ് പഠിപ്പിച്ചതാണ്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ കുതിബ അലൈക്കുമുസ് സിയാമു, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട്. ഏതുപോലെ കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്താണ് കിട്ടേണ്ടത്? ആ നോമ്പ് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കുന്ന ആളുകളായേക്കാം. റമദാനിലെ നോമ്പ് അനുഷ്ഠിച്ചിട്ട് പിന്നെ വരുന്ന മാസങ്ങളിൽ ഹറാമിലാണ് നമ്മുടെ ജീവിതമെങ്കിൽ ആ നോമ്പ് കൊണ്ട് കിട്ടേണ്ട സാധനം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം പ്രിയപ്പെട്ടവരെ, തഖ്വ എന്ന് പറഞ്ഞ സംഗതി ഞാൻ പറയുന്നു, തഖ്വ എന്ന് പറഞ്ഞ സംഗതി പറയാൻ ഏറ്റവും എളുപ്പമുള്ള വാചകം ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ ഒരു വാചകം നമുക്ക് കാണാൻ സാധിക്കും. പ്രാസംഗികന്മാര് വാതോരാതെ പറയുന്ന സാധനമാണ് ഈ തഖ്വ. പ്രസംഗിക്കുന്ന ആളുകളുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകളും ദിനേന കേൾക്കുന്ന സാധനമാണ് തഖ്വ. വെള്ളിയാഴ്ചകളിൽ ദിനേന കേൾക്കുന്ന സാധനമാണ് ഈ തഖ്വ. പക്ഷേ ജീവിതത്തിന്റെ അർത്ഥതലങ്ങളിലേക്ക് വരുമ്പോൾ അത് പാലിച്ച് ജീവിക്കുന്ന ആളുകൾ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. അത്രയും പ്രയാസമാണ് ഒരു മനുഷ്യനെ മുത്തഖിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ. അപ്പൊ പറയാനും കേൾക്കാനൊക്കെ സുഖമുള്ള ഈ വാചകം ജീവിതത്തിൽ പകർത്താൻ അത്ര വലിയ സുഖമുള്ള പരിപാടിയൊന്നുമല്ല. പക്ഷെ റമദാനിലെ നോമ്പ് കൊണ്ടൊരു മനുഷ്യന് കിട്ടുന്നത് ആ തഖ്വയാണ് എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. കാരണം പ്രിയപ്പെട്ടവരെ, ഈ തഖ്വ നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. കാരണം സൂറത്തുൽ മാഇദയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു ഇബാദത്ത് സ്വീകരിക്കുന്നത്. അറബി ഭാഷ അറിയുന്ന ആളുകൾക്ക് മനസ്സിലാകും. ഇന്നമാ എന്നുള്ള പദത്തിന് ഹസ്രിയത്ത് എന്നാണ് പറയാ. അതോ അതിന് മാത്രം എന്നുള്ള അർത്ഥത്തിൽ. ഏതുപോലെ എന്ന് വെച്ചാല് നമ്മൾ സൂറത്തുൽ ഫാത്തിഹയിലെ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ നമ്മൾ പറയുമ്പോൾ അതിന് അർത്ഥം വെക്കൽ എന്താ? നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുള്ളൂ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുള്ളൂ എന്നാണ് നമ്മൾ അർത്ഥം വെക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ അർത്ഥം വരാൻ കാരണം എന്താണ്? ഇയ്യാക എന്ന പദം ആദ്യത്തിൽ വന്നതുകൊണ്ടാണ്. അതേപോലെ സമാനമായിട്ടുള്ളൊരു വാചകമാണ് ഇന്നമാ എന്നുള്ളൊരു വാചകം. അത് മാത്രമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു ഇബാദത്ത് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു വാചകം ഒരുപാട് പണ്ഡിതന്മാരെ കരയിപ്പിച്ച വാചകമാണ്. പല സലഫു സ്വാലിഹീങ്ങളും അവരുടെ മരണപ്പെടുന്ന സമയത്ത് ഈ ആയത്ത് ഓതിക്കൊണ്ട് അവർ കരഞ്ഞിരുന്നു എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ഒരു വ്യക്തിയോട് ചോദിക്കുന്നത്, എന്തിനാണ് നിങ്ങളെ എന്താ നിങ്ങളെ കരയിപ്പിച്ച എന്താണ്? അപ്പൊ പറയാണ്, ആയത്തു മിൻ ആയാത്തില്ലാ, റബ്ബിന്റെ ഒരു വാചകം എന്നെ കരയിപ്പിച്ചു കളഞ്ഞു. ഏതാണ് ആ വാചകം? ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് ഇബാദത്ത് സ്വീകരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുത്തഖിയാണോ എന്ന് എനിക്കറിയോ? അതെനിക്ക് വലിയ ബോധ്യമില്ലല്ലോ. ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടല്ലോ. തഖ്വ ഇല്ലാതെ ഇബാദത്തുകൾ ചെയ്തിട്ട് അല്ലാഹു സ്വീകരിക്കില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ എപ്പോഴും വേണ്ട ഒരു സംഗതിയാണ് തഖ്വ എന്ന്. കാരണം ആദം നബി അലൈഹി സ്വലാമിന്റെ 2 മക്കളുടെ സംഭവം നമുക്കറിയാം, ഹാബീൽ ഖാബീൽ.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇദ് ഖറബാ ഖുർബാനൻ, അവർ രണ്ടുപേരോടും നേർച്ച അനുഷ്ഠിക്കാൻ പറഞ്ഞു. എന്താ സംഭവിച്ചെന്നാണ്, ഫതുഖുബ്ബില മിൻ അഹദിഹിമ, അവരിൽ നിന്ന് ഒരാളുടെ അല്ലാഹു സ്വീകരിച്ചു. ആലോചിക്കണം, നല്ല ആലോചിക്കേണ്ട ഒരു വാചകമാണ്. ഫതുഖുബ്ബില മിൻ, രണ്ടാളും പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ രണ്ടാളും ചെയ്തിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സ്വീകരിച്ച ആരുടെ മാത്രമാണ്, ഒരൊറ്റ ആളെ സ്വീകരിച്ചിട്ടുള്ളൂ, അനുജന്റേതാണ് സ്വീകരിച്ചത്. ഫതുഖുബ്ബില മിൻ അഹദിഹിമ, ഒരാളുടെ അല്ലാഹു സ്വീകരിച്ചു. അപ്പൊ എന്താ സംഭവിച്ചു, ജ്യേഷ്ഠൻക്ക് അനിയനോട് എന്തായി, അസൂയ തോന്നി. അതേപോലെ തന്നെ അവനെ ആക്രമിക്കാനുള്ള മനോഭാവം ഉണ്ടായി. അപ്പൊ ജ്യേഷ്ഠൻ അനുജൻ ആക്രമിക്കാൻ വരുന്ന സമയത്ത് അനുജൻ ജ്യേഷ്ഠനോട് പറയുന്ന വാചകമാണ്, എന്തിനാണ് നീ എന്നെ ആക്രമിക്കാൻ വരുന്നത്? കാരണം അല്ലാഹു ഇന്നമാ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ് ഇബാദത്ത് സ്വീകരിക്കുക. ഒരുപാട് പ്രവർത്തനം ചെയ്യാന്നുള്ളതല്ല, ജീവിതത്തിൽ തഖ്വ ഉണ്ടോ അപ്പോഴേ അല്ലാഹു സ്വീകരിക്കുള്ളൂ എന്നുള്ളത്. ഇത് നമ്മളെ ഏറെ ചിന്തിപ്പിക്കേണ്ട ഒരു വാചകമാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ജീവിതത്തിൽ എപ്പോഴും തഖ്വ ഉണ്ടാകുന്ന ആളുകളാകാൻ നമ്മൾ ശ്രദ്ധിക്കുക. കാരണം തഖ്വ ഉണ്ടാകുമ്പോഴേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്ത് സ്വീകരിക്കുള്ളൂ എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മളെപ്പോഴും ഖുതുബയിൽ കേൾക്കുന്ന ഒരു വാചകമാണല്ലോ, വത്തഖുല്ലാഹ ഹഖ്ക തുഖാതി, അല്ലാഹനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം നിങ്ങൾ സൂക്ഷിക്കാന്നുള്ളത്. ഇതെല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും കേൾക്കുന്നുണ്ട്. അത് ജീവിതത്തിൽ നമ്മൾ പകർത്തണം എന്നുള്ളതാണ്. സകലം എന്താണ് തഖ്വ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, എന്താണ് തഖ്വ? ഒരു അർജന്റ് കോളം. അപ്പൊ ജീവിതത്തിൽ തഖ്വ ഉണ്ടാകുക എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖബർസ്ഥാനിൽ ഇങ്ങനെ പോയിട്ട് ഒരു ചരിത്രം കാണാൻ സാധിക്കും. അത് ഖബറാളികളുടെ ആ ഖബർ ഇങ്ങനെ നോക്കിക്കൊണ്ട് അദ്ദേഹം ഇങ്ങനെ പറയാൻ, എന്താ പറയുന്നത്, ഇന്ന ബുയൂതകും ഖദ് സകനത്, നിങ്ങളൊക്കെ ജീവിച്ച നിങ്ങളെ പെരക്കുണ്ടല്ലോ, വീടൊക്കെ ഉണ്ടല്ലോ, അതിലൊക്കെ മറ്റു ആളുകളൊക്കെ താമസിച്ചിട്ടുണ്ട്. വനിസാഉകും ഖദ് സുവ്വിജത്, നിങ്ങളെ ഭാര്യമാരുണ്ടല്ലോ, അവരൊക്കെ വേറെ ആളുകൾ വിവാഹം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വഅംവാലുകും ഖദ് ഖുസിമത്, നിങ്ങൾ അത്രയും പ്രിയകരമായി കൊണ്ട് നടന്ന നിങ്ങളുടെ സമ്പത്തുണ്ടല്ലോ, അതൊക്കെ വിഹിതം വെച്ചിട്ടുണ്ട്, മറ്റുള്ളവർ ആ സമ്പത്തൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഹാദാ മാ ഇൻദന, ഇതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. അദ്ദേഹം ഇങ്ങനെ ഖബർസ്ഥാനിൽ പോയിട്ട് ഇങ്ങനെ ഒരു വാചകം ഇങ്ങനെ പറയാൻ, ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളെ ഭാര്യമാരെ മറ്റുള്ളവർ കല്യാണം കഴിച്ചിട്ടുണ്ട്, അതേപോലെ തന്നെ നിങ്ങളെ സമ്പത്തൊക്കെ മറ്റുള്ളവർ വിഹിതം വെച്ചിട്ടുണ്ട്, നിങ്ങളെ വീടുകളിൽ വേറെ ആൾക്കാരൊക്കെ പാർത്തിട്ടുണ്ട്, ഇതാണ് ഞങ്ങൾക്ക് അറിയുന്ന സംഗതി നിങ്ങളോട് പറയാനുള്ളത്. ഫമാദാ ഇൻദകും, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ അടുത്തുള്ള വാർത്തകൾ എന്താണ്? എന്നിട്ട് അദ്ദേഹം പറയണം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയണം, ലൗ ഇസ്തതാഉ അൻ യൻതിഖു ലഖാലു, അവർക്കെങ്ങാനും സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ അവർ പറയുന്ന ഒരു വാചകമുണ്ട്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വാ, ഫതസവ്വദു, നിങ്ങൾ യാത്രയ്ക്ക് വേണ്ടി നിങ്ങൾ പാതയം ഒരുക്കിക്കൊള്ളുക. ഫഇന്ന ഖൈറസ്സാദി തഖ്വ, ഏറ്റവും നല്ല പാതയം അത് തഖ്വയാണ്. സുദീർഘമായിട്ടുള്ള യാത്രയിലേക്ക് ഒരുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല പാതയം എന്നുള്ളത് അത് തഖ്വയാണ് എന്ന് അദ്ദേഹം പറയാം. നോമ്പ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലക്ഷ്യമാക്കിയത് തഖ്വയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ആളുകൾക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ. എന്താണ് ലക്ഷ്യം, എന്താണ് കിട്ടേണ്ടത്, എന്താണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ള ആളുകളായേക്കാം എന്നുള്ളതാണ്. എന്നിട്ട് നമ്മൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല തഖ്വയുള്ള ആളുകളുടെ ഇബാദത്ത് മാത്രമേ അല്ലാഹു സ്വീകരിക്കുള്ളൂ എന്നാണ്. ഒരുപാട് ഇബാദത്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ ജീവിതത്തിൽ കംപ്ലീറ്റ് ഹറാമാണെങ്കിൽ അല്ലാഹു സ്വീകരിക്കില്ല എന്നുള്ളതാണ്. നമ്മുടെ സ്വകാര്യ ജീവിതവും രഹസ്യ ജീവിതം ഒരുപോലെയാണെങ്കിൽ, രഹസ്യ ജീവിതത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ഞാൻ, എന്റെ പ്രസംഗം കേൾക്കുന്ന നിങ്ങളും ഇതേപോലെ തന്നെയാണ് നമ്മുടെ പരസ്യ ജീവിതത്തിലുമെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ രഹസ്യ ജീവിതത്തിൽ നമുക്ക് റബ്ബിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ, നമ്മൾ ഒറ്റക്കാകുന്ന ഘട്ടത്തിൽ റബ്ബിനെ ഭയപ്പെടുന്നില്ലെങ്കിൽ, നമ്മളും നമ്മുടെ സോഷ്യൽ മീഡിയയും നമ്മളും നമ്മുടെ മൊബൈൽ ഫോണും ഒറ്റക്കാവുന്ന സമയത്ത് നമ്മുടെ സ്വഭാവം മറ്റൊന്നാണെങ്കിൽ, അവിഹിതമായിട്ടൊരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ, ഹറാമായിട്ടൊരു ചാറ്റിങ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നിഷിദ്ധമായിട്ടുള്ള ചില വീഡിയോസ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ, കേൾക്കാൻ പാടില്ലാത്ത വല്ല മ്യൂസിക്കിന്റെ ശബ്ദങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ തഖ്വയില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, രഹസ്യവും പരസ്യം ഒരുപോലെയാവാന്നുള്ളതാണ് തഖ്വയുടെ അടിസ്ഥാനം നമ്മൾ മനസ്സിലാക്കണം. അവിടെയും രണ്ട് മേഖലയിലും റബ്ബിനെ നമ്മൾ ഒരുപാട് ഭയപ്പെടേണ്ടതുണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ അവൻ മുത്തഖിയാവുള്ളൂ, അവന്റെ പ്രവർത്തനം മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുള്ളൂ എന്നുള്ളതാണ്. ഈ തഖ്വയുടെ അനന്തര ഫലമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത് എന്താണ്?
തിൽക്കൽ ജന്നത്തുല്ലതി നൂരിസു മിൻ ഇബാദിനാ മൻ കാന തഖിയ്യ. സൂറത്തുൽ മറിയമിൽ അല്ലാഹ് പറയാൻ, സ്വർഗം നാം അനന്തരമായി കൊണ്ട് നൽകും. ആർക്ക്? മിൻ ഇബാദിനാ മൻ കാന തഖിയ്യ. തഖ്വയനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തിയ ആളുകൾക്ക് സ്വർഗത്തെ അനന്തരമായി നൽകുന്നതാണ്. അപ്പൊ ഈ തഖ്വ കിട്ടേണ്ടതാണ്. നോമ്പ് കൊണ്ട് ഒരു മനുഷ്യർക്ക് കിട്ടേണ്ടത് തഖ്വയാണ് നമ്മൾ മനസ്സിലാക്കണം. തഖ്വ കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണം, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു ഗുണം എന്നുള്ളത്, നമ്മൾ ദുനിയാവിന്റെ ഒരു മേഖലകളിലും നമ്മൾ കൈവിടുകയില്ല എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൈവിടില്ല. നമ്മൾ പ്രതിസന്ധിയിലാണ് എന്ന് നമുക്ക് തോന്നുന്ന ഘട്ടത്തിൽ ജീവിതത്തിൽ മുത്തഖിയായിട്ടുണ്ടോ, അല്ലാഹ് നമ്മൾ അവിടെ പിടിച്ച് കരകയറ്റും. കാരണം അല്ലാഹ് പറഞ്ഞതാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ. ആരാണോ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നത്, യജ്അൽ ലഹു മഖ്റജ, അല്ലാഹു അവൻക്ക് ഒരു പോംവഴി നൽകുന്നതാണ്. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. അവൻ വിചാരിക്കാത്ത രീതിയിൽ അല്ലാഹു അവൻക്ക് റിസ്ക് നൽകുന്നതാണ്. അപ്പൊ ഏത് ഘട്ടത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായം അവൻക്ക് ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട റമദാൻ എന്നുള്ളത് അത് തഖ്വയുടെ മാസമാണ്, വിശുദ്ധ ഖുർആനിന്റെ മാസമാണ്, ഇതെല്ലാം ഒരുമിച്ച് ചേരുന്ന മാസമാണ്. ആ രീതിയിൽ റബ്ബിലേക്ക് നമ്മൾക്ക് അടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. റമദാനിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, പാപങ്ങളെ കംപ്ലീറ്റ് കഴുകിക്കൊണ്ട് പാപമുക്തമായിട്ടുള്ള ജീവിതം നയിച്ചുകൊണ്ട് നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ. റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. എത്ര വലിയ തെറ്റ് ചെയ്താണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. പക്ഷെ തെറ്റ് ചെയ്ത് നമ്മൾ അല്ലാഹുവിനോട് പുറത്തുകലിനെ തേടിക്കഴിഞ്ഞാൽ പിന്നെ ആ തെറ്റിലേക്ക് നമ്മൾ മടങ്ങരുത്. അത് പറയാണ്, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ, റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക. വജന്നത്തിൻ അർളുഹസ് സമാവാതി വൽ അർളു ഉഇദ്ദത ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട സ്വർഗ്ഗത്തിന് വേണ്ടി, ആകാശഭൂമികളോളം വിശാലമായിട്ടുള്ള സ്വർഗ്ഗത്തിന് വേണ്ടി നിങ്ങൾ തയ്യാറായി വരിക. അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയാൻ. പ്രവാചകൻ പറഞ്ഞല്ലോ, മൻ സ്വമ റമളാനൻ ഈമാനൻ വഹ്തിസാബ. ആരെങ്കിലും ഈമാനോടുകൂടിയും അതേപോലെ തന്നെ പ്രതിഫലം കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി ആരെങ്കിലും റമളാനിൽ നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. കഴിഞ്ഞു പോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കുന്നുണ്ട്. അപ്പൊ പാപങ്ങൾ പൊറുക്കപ്പെടാന്നുള്ളത് ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത്യന്തികമായിട്ടുള്ള ഒരു വിജയമാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഒരുപാട് പാപങ്ങളുമായിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന നിസ്സാരമായിട്ടുള്ള, പ്രവാചകൻ പറഞ്ഞല്ലോ, തിന്മകളെ നിങ്ങൾ നിസ്സാരമായി കാണരുത്, നന്മകളെ നിസ്സാരമായി കാണരുത്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ചെയ്യാന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ തിന്മകളെ നിസ്സാരമായി കാണരുത്. കാരണം നമ്മൾ നിസ്സാരമായി കാണുന്ന തിന്മ എന്നുള്ളത് അതെന്താണ്, അതൊരുപാട് ഇങ്ങനെ കൂടി അവസാനം ആ ചെറിയ തിന്മകൾ ഒരുപാട് ഉണ്ടായിട്ട് നമ്മൾ നാളെ നരകത്തിൽ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പരിപൂർണമായിട്ടും പ്രിയപ്പെട്ടവരെ തൗബ ചെയ്തുകൊണ്ട് നമ്മൾ റമദാനിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട്. തൗബ എന്ന് പറഞ്ഞാൽ അത്രക്കും അത്യാവശ്യമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ടതാണ്. മഹാനായിട്ടുള്ള മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിന്റെ തൗബയെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. മദീന പള്ളിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് വരുന്നത്. പ്രവാചകനോട് പറയാൻ, ത്വഹിർനി യാ റസൂലല്ലാഹ്, പ്രവാചകരെ ശുദ്ധീകരിക്കണം. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, എന്താണ് മായിസ താങ്കൾ പറയുന്നത്? കാരണം വ്യഭിചരിച്ചിട്ടാണ് വരുന്നത്. പ്രവാചകനോട് അദ്ദേഹം പറയാൻ, പ്രവാചകരെ വ്യഭിചരിച്ചിട്ടുണ്ട്, വിവാഹം കഴിഞ്ഞവൻ വ്യഭിചരിച്ചാൽ ഇസ്ലാമിന്റെ നിയമപ്രകാരം അവനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ചെറിയ പ്രയാസം തോന്നി. കാരണം പ്രവാചകന്റെ കൂടെ ജീവിക്കുന്ന, പ്രവാചകന്റെ സദസ്സിലൊക്കെ സദാസമയം ഉണ്ടാകുന്ന വ്യക്തിയാണ് മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു. അപ്പോ അദ്ദേഹം പറഞ്ഞ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് തോന്നിയതായിരിക്കും മായിസ്, അഞ്ച് അങ്ങനൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെയും വന്നിട്ട് തർക്കിച്ച് പ്രവാചകൻ, ഞാനത് ചെയ്തിട്ടുണ്ട്, എനിക്ക് ഉറപ്പാണ്. പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദർ കാണാൻ നോക്കി, മായിസ നീ വല്ല ചുംബനങ്ങളും മറ്റൊന്നും വല്ല ചെയ്തിട്ടുണ്ടാവുള്ളൂ, അങ്ങോട്ട് ആയത്തിലേക്കൊന്നും വ്യഭിചാരത്തിലേക്കൊന്നും അങ്ങനെ ആയത്തിലേക്കൊന്നും എത്തിയിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ പറയാൻ, ഇല്ല പ്രവാചകൻ, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു സഹാബികളെ പരിശോധിക്കാൻ വേണ്ടിയാണ്, മായിസ് കള്ളു കുടിച്ചിട്ടുണ്ടോ നിങ്ങൾ നോക്ക്, കാരണം കള്ളു കുടിച്ചിട്ട് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നതാണെങ്കിലോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സ്വഹാബികൾ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പരിശോധിച്ചപ്പോൾ കള്ളൊന്നും കുടിച്ചിട്ടില്ല. പ്രവാചകന്റെ അടുക്കൽ എന്നൊരു സ്വഹാബികൾ പറഞ്ഞു, പ്രവാചകരെ മായിസ് വ്യഭിചരിച്ചു എന്നുള്ളത് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്ന കാര്യമാണ്, ഞങ്ങളുടെ പരിശോധനയിൽ അദ്ദേഹം മദ്യപിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അദ്ദേഹം ഉറച്ചു നിൽക്കാൻ, പ്രവാചകരെ താങ്കൾ എന്നെ ശുദ്ധീകരിക്കണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മായിസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിനെ ശുദ്ധീകരിക്കാൻ കല്ലെറിഞ്ഞ് കൊല്ലാൻ നിൽക്കുന്ന സമയത്താണ് ഒരു സ്ത്രീ അവിടേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. കുറ്റബോധം കൊണ്ട് ആ പെണ്ണ് പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, ഞാനാണ് മായിസുമായി കൊണ്ട് വ്യഭിചരിച്ച സ്ത്രീ, എന്റെ കുറ്റബോധം എന്റെ വീട്ടിലിരിക്കാൻ അനുവദിക്കുന്നില്ല, അതുകൊണ്ട് പ്രവാചകരെ താങ്കൾ എന്റെയും ശുദ്ധീകരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ആ സ്ത്രീക്ക്
ഗർഭിണിയാണ്, ചെറിയ തോതിൽ ഗർഭിണിയായിക്കൊണ്ടാണ് ആ സ്ത്രീ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് എത്തുന്നത്. അപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ ഗർഭസ്ഥ ശിശു വയറ്റിലുണ്ടായിരിക്കുന്ന അവസ്ഥയിൽ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഗർഭം ധരിച്ചതിന് ശേഷം വന്നു പറഞ്ഞു. അങ്ങനെ ആ പെണ്ണ് തിരികെ വീട്ടിലേക്ക് പോയി 9 മാസക്കാലം ആ പെണ്ണ് തൗബയിലാണ്. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ആ പെണ്ണ് അഗാധമായിട്ടുള്ള തൗബയിലാണെന്നുള്ള. അങ്ങനെ 9 മാസം കഴിഞ്ഞ പെണ്ണ് പ്രസവിച്ചുകൊണ്ട് ആ ചോര പൈതലുമായി കൊണ്ട് പ്രവാചകന്റെ സദസ്സിൽ വരുന്ന ഒരു രംഗമുണ്ട്. അങ്ങനെ പ്രവാചകൻ സദസ്സിൽ ആ കുട്ടിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കുട്ടിയെ ഈ അവസ്ഥയിൽ വെച്ചുകൊണ്ട് ഖിസാസ് നടത്താൻ പറ്റില്ല. അതുകൊണ്ട് കുട്ടി സ്വന്തമായി കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അവസ്ഥ വരെ കുട്ടിയെ വളർത്തിയിട്ട് കൊണ്ടുവരണം എന്നാണ്. അപ്പൊ ഖിസാസ് നടത്താറ്. പെണ്ണ് വീണ്ടും നിരാശയോടുകൂടി വീട്ടിലേക്ക് മടങ്ങാൻ. അങ്ങനെ 2 വർഷക്കാലം ആ പെണ്ണ് വീണ്ടും തൗബയിലാണ്. ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ കുറ്റബോധത്തോടു കൂടി നീറുന്ന ഹൃദയവുമായിക്കൊണ്ട് ആ പെണ്ണ് കഴിച്ചുകൂട്ടാണ്. അങ്ങനെ പിന്നീട് ആ പെണ്ണ് കുട്ടിയുമായി കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് വരുന്ന രംഗമുണ്ട്. ആ കുട്ടിയുടെ കയ്യില് ഒരു ഹുബ്സിന്റെ കഷ്ണുണ്ട്. സ്വന്തമായി കൊണ്ട് കഴിക്കാൻ പാകത്തിൽ ആ കുട്ടി ഇങ്ങനെ കഴിക്കണം. അങ്ങനെ ആ ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് കുട്ടിയെ മാറ്റിക്കൊണ്ട് ആ പെണ്ണിനെ വധിക്കുന്ന രംഗമുണ്ട്. ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ പെണ്ണിനെ വധിക്കുന്ന സമയത്ത് ആ പെണ്ണിന്റെ തലയിൽ നിന്ന് തെറിച്ചൊരു രക്തം ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ തെറിച്ചപ്പോൾ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വാചകമുണ്ട്, നശിച്ചു പോയ പെണ്ണിന്റെ ഒരു രക്തമാണല്ലോ എന്റെ കാലിൽ തെറിച്ചെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉമറെ ഒരിക്കലും അങ്ങനെ പറയരുത്. മദീനയിലുള്ള ഈ മൊത്തം സഹാബികളുടെ തൗബ ഒരു തുലാസിലും ഈ പെണ്ണിന്റെ തൗബ മറുതുലാസിലും വെച്ച് കഴിഞ്ഞാൽ ഈ പെണ്ണിന്റെ തൗബക്കാണ് ഏറ്റവും കൂടുതൽ കനം കൂടുതൽ എന്നുള്ള. അപ്പൊ പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്യാന്നുള്ളത് സ്വാഭാവികമാണ്. കുല്ലു ബനി ആദം ഖത്താവൻ, എല്ലാ മനുഷ്യന്മാരും തെറ്റ് ചെയ്യും. വഖൈറുഹുമുത് തവ്വാബുൻ, അവരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? തൗബ ചെയ്യുന്നവരെന്നാണ്. മഹാനായിട്ടുള്ള ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുള്ളാഹിന്റെ ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുറ്റബോധത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് ജീവിതത്തിൽ ഒരു നേർരേഖയെ മാറ്റിമറിച്ച ആളാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. പിന്നീട് ചെയ്ത തെറ്റിന്റെ പേരിൽ കുറ്റബോധത്തോടു കൂടി മരണം വരെ കരഞ്ഞു ജീവിച്ച വ്യക്തിയാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. മരുഭൂമിയുടെ ഒരു ഏരിയയിൽ ഫുളൈൽ ഇബ്നു ഇയാദിനെ പേടിച്ചിട്ടായിരുന്നു ആ ഭാഗത്ത് കൂടി കച്ചവട സംഘം കടന്നുപോയെന്നാണ്. അങ്ങനെ കാരണം ആ ഭാഗത്തു കൂടെ കടന്നു പോകുന്ന ഏതൊരു കച്ചവട സംഘത്തെയും കൃത്യമായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് അക്രമം നടത്താൻ കഴിവുള്ളവനാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. നിഷിദ്ധമായിട്ടുള്ള സമ്പത്ത് വാരിക്കുട്ടിയാളാണ് ഫുളൈൽ ഇബ്നു ഇയാദ്. ഒരു രാത്രി പോലും ഒരു പെണ്ണിന്റെ ചൂടറിയാതെ കഴിച്ചുകൂടാൻ കഴിയാത്ത ആളായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് എന്നാണ്. അങ്ങനെ അന്നൊരു ദിവസം രാത്രി വ്യഭിചരിക്കാൻ വേണ്ടി അയൽവാസിയായിട്ടുള്ള പെണ്ണിന്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് ഒരു ചെറിയ ഹാഫ് മതിലിങ്ങനെ കാലപ്പുറത്തേക്ക് ഇട്ട് രണ്ടാമത്തെ കാലിങ്ങനെ എടുത്തിടാൻ നിൽക്കുന്ന സമയത്താണ് ആ പെണ്ണിക്ക് മനംമാറ്റം സംഭവിച്ചിട്ടുണ്ട്. പെണ്ണിങ്ങനെ ഓതണം, അലം യഅനിലില്ലദീന ആമനു അൻ യഖ്ശഅ ഖുലൂബഹും ലിദിക്രില്ലാഹ്, അല്ലാഹനെ ഭയപ്പെട്ടിട്ട് ഇനിയും ഇതിനൊന്നും മാറാനായിട്ടില്ല എന്നുള്ള വാചകം ഇങ്ങനെ കേൾക്കാൻ. ഇട്ട കാല് നേരെ ബാക്കോട്ട് അടിക്കാൻ ഫുളൈൽ ഇബ്നു ഇയാദ്. ആ നിമിഷം മുതൽ ഫുളൈൽ ഇബ്നു ഇയാദ് പിന്നെ ഇബാദത്തിലായിരുന്നു. അള്ളാഹിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കായിരുന്നു ഫുളൈൽ ഇബ്നു ഇയാദ് എന്ന ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അദ്ദേഹം വലിയൊരു പണ്ഡിതനായി തീർന്നതാണ്. അപ്പൊ പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥമായി കൊണ്ട് റബ്ബിനോട് തൗബ ചെയ്യാന്നുള്ള. കാരണം ഇന്നല്ലാഹു ഗഫൂറുർ റഹീം, തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റത്തെ പുറത്തു തരുന്നവനും കരുണാവാരിധിയുമാണെന്നാണ്. അള്ളാഹിനോട് തൗബ ചെയ്തിട്ട് നമ്മൾ റമളാനിലേക്ക് കടക്കാന്നുള്ളത്. കാരണം റമളാനിന്റെ മാസം എന്നത് തൗബയുടെ മാസമാണ്. തെറ്റുകൾ എത്ര വലിയ തെറ്റുകൾ ചെയ്താലും റബ്ബിലേക്ക് നമ്മൾ കരങ്ങൾ ഉയർത്തി ആ റമളാനിനെ സ്വീകരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ, വല്ല ഫാഹിശത്തും ചെയ്തു പോയാൽ. എന്താണ് ഈ ഫാഹിശത്ത് എന്ന് പറഞ്ഞാൽ? ലൈംഗികമായിട്ടുള്ള വല്ല തിന്മകളും, അതേപോലെ തന്നെ സമാനമായിട്ടുള്ള സ്വകാര്യതയിൽ ചെയ്യുന്ന തിന്മകൾ, അങ്ങനത്തെ വല്ല തിന്മകളും ചെയ്താൽ, ഔ ദുൽമൻ, വല്ല അക്രമവും ചെയ്താൽ, നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ നാവ് കൊണ്ടോ വല്ല തെറ്റുകൾ ചെയ്താൽ, ദക്കറുല്ലാഹ്, എത്ര തെറ്റ് ചെയ്താലും മുഅ്മിനാണെങ്കിൽ അള്ളാഹനെ ഓർക്കുന്ന ഒരു ഘട്ടം വരല്ലോ. ദക്കറുല്ലാഹ്, അള്ളാഹനെ ഓർക്കുകയും ചെയ്തു. ഫസ്തഗ്ഫിറൂ ലിദുനൂബിഹിം, ചെയ്ത തെറ്റിന് അള്ളാഹനോട് എന്ത് ചെയ്യാ? ഇസ്തിഗ്ഫാർ തേടാ. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാതെ പാപങ്ങൾ പുറത്തു തരാൻ മറ്റാരാനുള്ളത്? വലം, പിന്നെ ഒരു കണ്ടീഷൻ അല്ലാഹ് പറയാൻ, വലം യുസിറു അലാ മാ ഫഅലു, ചെയ്ത തെറ്റിൽ പിന്നെ നിങ്ങൾ അടിയുറച്ചിക്കരുത്. തൗബന്റെ ശർത്ത് അതാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടോ, തൗബ ചെയ്തോ, ഇനി ആ തിന്മയിലേക്ക് പോലെ തിന്മയുടെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുതെന്നുള്ളത്. കാരണം വ്യഭിചാരത്തെ കുറിച്ച് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? ലാ തഖറബു സിന, വ്യഭിചാരത്തോട് സമീപിക്കരുത് എന്നാണ് പറഞ്ഞത്. വ്യഭിചരിക്കുക, ലാ തസ്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. നിങ്ങൾ വ്യഭിചരിക്കാത്തവരാണ് മുഅ്മിനീങ്ങൾ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും
വ്യഭിചാരത്തോട് നിങ്ങൾ സമീപിക്കരുതെന്നുള്ള, വ്യഭിചരിക്കാനുള്ള ഒരു സാധ്യതകളും അവിടെ ഉണ്ടാവരുത്. മോശമായിട്ടുള്ള പ്രവണതകൾ ചെയ്യാനുള്ള ഒരു സാധ്യതകളെയും നമ്മൾ അവിടെ വെക്കരുതെന്നുള്ളതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ വലം യുസിറു അലാ മാ ഫഅലു, ചെയ്ത തെറ്റിൽ എന്താക്കരുത്, അടിയുറച്ച് നിൽക്കുകയും ചെയ്തില്ല. വഹും യഅലമുൻ, അറിഞ്ഞുകൊണ്ട് തെറ്റിൽ ഇങ്ങനെ അടിയുറച്ച് നിൽക്കുകയും ചെയ്തു. ആ ഒരു അവസ്ഥയിൽ നമ്മൾ മാറിക്കൊണ്ട് അള്ളാഹുലേക്ക് അചഞ്ചലമായിട്ടുള്ള തൗബ ചെയ്ത് നമ്മൾ അള്ളാഹുലേക്ക് നമ്മൾ മടങ്ങ, റമളാനിനെ നമ്മൾ സ്വീകരിക്കുക. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, മറ്റൊരു കാര്യമാണ് സലീമായിട്ടുള്ള ഹൃദയം കൊണ്ട് നമ്മൾ അള്ളാഹുലേക്ക് സമീപിക്കുക, റമളാനിലേക്ക് സമീപിക്കുക എന്നുള്ള. എന്താണ് ഈ സലീമായിട്ടുള്ള ഹൃദയം? പ്രത്യേകം പരിശോധിക്കേണ്ട സാധനമാണ് സലീമായിട്ടുള്ള ഹൃദയം. അഥവാ നമ്മളെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കുശുമ്പില്ലാത്ത, ആരോട് പ്രത്യേക വിദ്വേഷമില്ലാത്ത, അതേപോലെ തന്നെ പകയില്ലാത്ത, മറ്റുള്ളവന്റെ സമ്പത്തും സന്താനങ്ങളൊക്കെ കണ്ട് ഒരു അസൂയയോ അല്ലെങ്കിൽ മറ്റുള്ളവന്റെ മുമ്പിൽ പൊങ്ങച്ചങ്ങളോ കുശുമ്പോ ഒന്നുമില്ലാത്ത സലീമായിട്ടുള്ള ഹൃദയം. ആ ഹൃദയത്തിന്റെ പ്രത്യേകത എന്താ പറയുക? ഒരു ചരിത്രം നമുക്ക് കാണാൻ സാധിക്കും. പ്രവാചകൻ ശാസ്ത്രം ഇങ്ങനെ സ്വഹാബികളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ ശാസ്ത്രം പറഞ്ഞു, ഇപ്പോൾ ഈ കൂട്ടത്തിൽ ഒരു വ്യക്തികൾ ഇവിടെ വരുന്നവർ. അപ്പൊ ഇങ്ങനെ ആ വ്യക്തിയുടെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ അയാൾ സ്വർഗാവകാശിയാണ്. അപ്പൊ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ കാത്തുന്നു, ആരായിരിക്കും ആ വ്യക്തി? അപ്പൊ ഇങ്ങനെ ഒരു വ്യക്തി, സാധാരണ ഒരു മനുഷ്യൻ, അത്ര വലിയ പ്രശസ്തനാവാത്ത ഒരു സ്വഹാബി അതിലൂടെ ഇങ്ങനെ കടന്നു. അപ്പൊ എല്ലാരും ഇങ്ങനെ അത്ഭുതത്തോടെ നോക്കി, ഈ വ്യക്തി സ്വർഗപ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്തുമാത്രം അമലാടിക്ക് ചെയ്യാം. പിറ്റത്തെ ദിവസവും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ആവർത്തിച്ചു. അപ്പൊ ആ സദസ്സിൽ അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു പിന്നെ ഈ വ്യക്തിയുടെ വീട്ടിൽ അതിഥിയായിക്കൊണ്ട് പോവാണ്. അങ്ങനെ ഈ വ്യക്തിയുടെ വീട്ടിൽ 3 ദിവസം താമസിച്ചു. കാരണം 3 ദിവസം അതിഥി സൽക്കാരം ഉണ്ടെന്നാണല്ലോ. അങ്ങനെ 3 ദിവസം താമസിച്ചപ്പോഴൊന്നും പ്രത്യേകമായിട്ട് ഒന്നും കണ്ടിട്ടില്ല. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഇബാദത്ത് മാത്രമേ ഈ വ്യക്തി ചെയ്യുന്നുള്ളൂ. അങ്ങനെ ആ വീട്ടിൽ നിന്ന് അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ വ്യക്തിയോട് പറഞ്ഞു, സത്യം പറയാണ്ട് ഞാൻ ഇവിടെ വരാനുള്ള കാരണം വെച്ചാല് നിങ്ങളെ കുറിച്ച് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്നു നിങ്ങൾ സ്വർഗാവകാശിയാണ്. അതെന്താണ്, അതിന് മാത്രം നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് ഞാൻ നോക്കാൻ വേണ്ടി അവിടെ വന്നത്. പക്ഷെ പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യണേ ഞാൻ കാണില്ല. എന്തായിരിക്കും പ്രവാചകൻ അതിന് പറഞ്ഞുള്ള കാരണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെച്ചു. അപ്പൊ അതെങ്ങനെ കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞിങ്ങനെ, എനിക്ക് ഒരു സ്വഭാവമുണ്ട്. സ്വഭാവം എന്താ വെച്ചാൽ ഞാൻ ആരോട് അങ്ങനെ മനസ്സിലങ്ങനെ സാധാരണ നമ്മൾ പറയും മനസ്സിൽ അങ്ങനെ വിദ്വേഷം വെച്ച് നടക്കുന്ന ആളെന്നല്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതപ്പം വിട്ടുപോയെന്നല്ല, പിന്നീട് അതിനെ കുറിച്ചുള്ള ചിന്തിക്കോ അല്ലെങ്കിൽ അതിനെ കുറിച്ചൊരു കുശുമ്പ് വെക്കോ അസൂയ വെക്കോ പിന്നെ എപ്പോഴെങ്കിലും അവസരം കിട്ടുമ്പോ ഒന്ന് മാട്ടോ അങ്ങനത്തെ പരിപാടി നിൽക്കില്ല. അഹങ്കാരോ അങ്ങനത്തെ പരിപാടിയൊന്നും ഞാൻ ചെയ്യലില്ല. അതുകൊണ്ടായിരിക്കാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കുറിച്ച് സ്വർഗാവകാശി എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ട ഏറ്റവും മഹത്തായിട്ടുള്ള ഒരു ക്വാളിറ്റിയാണ് ഒരാളോടും പകയുണ്ടാവരുത്, ഒരാളോട് വിദ്വേഷം ഉണ്ടാവരുത്. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണാം. പിന്നെ അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരു സ്വഭാവം മുഅ്മിനീൻ ഉണ്ടാവരുത്. അത് സലീമായിട്ടുള്ള ഹൃദയം അല്ലാതെ. സലീമായിട്ടുള്ള ഹൃദയം എന്ന് പറഞ്ഞാൽ ഈ സ്വഹാബിയെ കുറിച്ച് വിശേഷിപ്പിച്ചല്ലോ, ഒരാളോട് വിദ്വേഷമില്ലാത്ത, പകയില്ലാത്ത, അതിലും അപ്പുറം ശിർക്കില്ലാത്ത. അതാണ് ഏറ്റവും ഒന്നാമത് നമ്മൾ കൊടുക്കേണ്ടത്. ശിർക്കില്ലാത്ത, ബിദ്അത്തില്ലാത്ത, അതേപോലെ തന്നെ ഹറാമ് ചെയ്യണം, ഹറാമിനോട് അഡിക്റ്റ് ആയിട്ടുള്ള ഹൃദയം. അതിന് കൂടെ തന്നെ ഈ പറയുന്ന സംഗതി അസൂയ ഇല്ലാത്ത, അഹങ്കാരമില്ലാത്ത ഹൃദയം. അതുകൊണ്ടാണല്ലോ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കും, വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, പടച്ചനെ നാളെ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന സമയത്ത് റബ്ബേ നീ എന്നെ അവഹേളിക്കരുത് റബ്ബേ. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ, നാളെ പരലോകത്ത് എന്തുണ്ടാവില്ല, സമ്പത്തും സന്താനങ്ങളൊന്നും യാതൊരു ഉപകാരം ഉണ്ടാവില്ല. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ ഹൃദയം കൊണ്ട് നാളെ പരലോകത്ത് വന്നിട്ടല്ലാതെ. അതാണ് ഈ സലീമായ ഹൃദയം. നല്ല ശുദ്ധമായിട്ടുള്ള ഹൃദയം കൊണ്ട് പരലോകത്ത് ആരാണ് വരുന്നത്, അവർ മാത്രമേ രക്ഷപ്പെടുന്നുള്ളൂ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ആ സലീമായ ഹൃദയത്തോടു കൂടി റമളാനിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ സാധിക്കണം. മുഅ്മിനായിട്ടുള്ള എൻ്റെ സഹോദരനോട് പകവെച്ച് ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് എന്താ കിട്ടാനുള്ളത്? പ്രത്യേകിച്ച് ഒരു ഗുണം നമുക്ക് അവിടെ കിട്ടാനില്ല. കുടുംബ ബന്ധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായതിന്റെ പേരിൽ ജ്യേഷ്ഠനോടും അനുജനോടും അല്ലെങ്കിൽ അമ്മായിന്റെ മക്കളോടൊക്കെ വിദ്വേഷം വെച്ച് നടന്നിട്ട് നമുക്ക് എന്താ കിട്ടാനുള്ളത്? അതുകൊണ്ട് ഒരു കാര്യമില്ല. നാട്ടിലുണ്ടാവുന്ന സംഘർഷത്തിന്റെ പേരിൽ, നിസാരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പേരിൽ അതിങ്ങനെ മനസ്സിൽ വെച്ച് നടക്കണ്ട. അതുകൊണ്ട് എന്താ ഗുണം? എന്താണ് നമുക്ക്? ദുനിയാവിലൊരു ഗുണമില്ല, പരലോകത്ത് ഗുണമില്ല, അതോടൊപ്പം തന്നെ പരലോകത്തെ ബാധിക്കുന്ന വിഷയവുമാണ്. അപ്പൊ നമ്മുടെ ഹൃദയം എന്തായിരിക്കണം പ്രിയപ്പെട്ടവരെ? സലീമായിട്ടുള്ള ഹൃദയം. അതിനുവേണ്ടി നമ്മുടെ ഹൃദയത്തെ നമ്മൾ പരിശീലിപ്പിക്കണം എന്നുള്ളതാണ്. പ്രവാചകൻ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, എപ്പോഴാണ് ഒരു ഹൃദയം സലീമായിട്ടുള്ള ഹൃദയം എന്ന് പറയുന്നുണ്ട്. 5 കാരണങ്ങളിൽ നിന്ന് ആ വ്യക്തിയുടെ ഹൃദയം രക്ഷപ്പെടുന്നതാണ്. ഒന്നാമത്തത് മിൻ ശിർക്കിൻ യുനാഖിദു തൗഹീദ,
അത് നിർബന്ധമായിട്ടുണ്ടാവേണ്ട കാര്യം. തൗഹീദിൽ നിന്ന് വിരുദ്ധമാകുന്ന ശിർക്കിൽ നിന്ന് ഹൃദയം ശുദ്ധീകരിക്കപ്പെടണം. സുന്നത്തിനോട് വിരുദ്ധമാകുന്ന ബിദ്അത്തും ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ വശഹ്വത്തുൻ തുഖാലിഫുൽ അംറ, കാര്യങ്ങളോട് വിപരീതമാകുന്ന ശഹ്വത്ത് ജീവിതത്തിൽ ഉണ്ടാവരുത്. ഹറാമ് ചെയ്യാനുള്ള മനസ്സ്, മ്യൂസിക് കേൾക്കാനുള്ള ടെൻഡൻസി, വ്യഭിചരിക്കാനുള്ള മനസ്സ്, ആ രീതിയിൽ ഹറാമിനോട് അഡിക്റ്റ് ആയിട്ടുള്ള മനസ്സാകരുത്. പിന്നെ പറയുന്ന കാര്യം അള്ളാഹുവിനെ മറന്നു കളയുന്ന ഹൃദയം, അതും ഉണ്ടാവാൻ പാടില്ല. അതേപോലെ തന്നെ ഇഖ്ലാസിനെ ഭംഗം വരുത്തുന്ന പ്രവണത, ഇതൊന്നും ഇല്ലാത്ത ശുദ്ധമായിട്ടുള്ള ഹൃദയമായിക്കൊണ്ട് ആവുക, അതാണ് സലീമായിട്ടുള്ള ഹൃദയം എന്ന് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവർ, ഈ സലീമായിട്ടുള്ള ഹൃദയത്തിന് ഇവിടെ കോട്ടയുള്ള കാരണം റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മുടെ ബാഹ്യ പ്രകടമായിട്ടുള്ള കാര്യങ്ങൾ ശുദ്ധീകരിക്കുന്നതിനപ്പുറം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എന്താക്കണം? സലീമായിട്ടുള്ള ഹൃദയമാക്കണം എന്നുള്ളതാണ്. അതില്ലാതെ അതിലേക്ക് പ്രവേശിച്ചിട്ട് കാര്യമില്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രകടമായിക്കൊണ്ട് നമ്മളിൽ വരുന്ന ഏതേത് തിന്മകളും നമ്മുടെ ഹൃദയത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന തിന്മയാണ് നമ്മൾ മനസ്സിലാക്കണം. കാരണം ഹൃദയം സലീമായിട്ടുള്ള ഹൃദയം അല്ലാതാകുമ്പോഴാണ് നമ്മുടെ ശരീരം പ്രകടമായിക്കൊണ്ട് തിന്മകൾ സംഭവിക്കുന്നത്. പ്രവാചകൻ പറഞ്ഞല്ലോ, ഇന്ന ഫിൽ ജസദി മുദ്ഗ, ശരീരത്തിൽ ഒരു മാംസകഷ്ണുണ്ട്, ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു, അത് നന്നായി കഴിഞ്ഞാൽ ശരീരം കംപ്ലീറ്റ് നന്നായി. വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു, അത് മോശമായി കഴിഞ്ഞോ ശരീരം കംപ്ലീറ്റ് മോശമായി. അലാ വഹിയൽ ഖൽബ്, അതാണ് ഹൃദയം. അപ്പൊ ഹൃദയം സലീമല്ലെങ്കിൽ, അത് സുരക്ഷിതമായിട്ടുള്ള ഹൃദയമല്ലെങ്കിൽ പ്രകടമായിക്കൊണ്ട് ഏതേത് തിന്മകൾ വരും. കാരണം മനുഷ്യന്റെ പ്രകടമായി വരുന്ന തിന്മകളുടെ സ്വാധീനം എന്നുള്ളത് അത് ഹൃദയമാണ് നമ്മൾ മനസ്സിലാക്കാം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം സലീമായിട്ടുള്ള ഹൃദയമാണ്. പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ടല്ലോ, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, മഹത്തായിട്ടുള്ള സ്വഭാവത്തിന്റെ ഉടമയാണ്. നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യം. മനസ്സിന്റെ എന്താ പറയാ, പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് സ്വഭാവം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പ്രവാചകന്റെ സ്വഭാവത്തെ കുറിച്ച് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, എന്താ പറയുന്നത്? പ്രവാചകന്റെ സ്വഭാവം എന്നുള്ളത് ഖുർആനായിരുന്നു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, 10 വർഷം ഞാൻ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട് ഇന്ന് വരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് എന്തിനാണ് അനുസരിച്ച് അങ്ങനെ ചെയ്തത്, എന്തിനാണ് അനുസരിച്ച് ഇങ്ങനെ ചെയ്തത്, അങ്ങനത്തെ ഒരു വർത്താനം പ്രവാചകന്റെ പറഞ്ഞിട്ടില്ല. അപ്പൊ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത് അത്രയും പ്രധാനപ്പെട്ട കാര്യമാണ്. സ്വർഗത്തിലേറ്റവും രാത്രി, മറ്റൊരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, നോമ്പ് അനുഷ്ഠിക്കുന്നതിനേക്കാളും രാത്രി നിന്ന് നമസ്കരിക്കുന്നതിനേക്കാളും അള്ളാഹിന്റെ അടുക്കൽ ഏറ്റവും പ്രതിഫലമുള്ള, അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും സ്ഥാനമുള്ള ഒരു സംഭവമാണ് സ്വഭാവം നന്നാക്കുക എന്നുള്ളത്, ഖുലുഖ് നന്നാക്കുക എന്നുള്ളത്. സ്വർഗത്തിൽ ഏറ്റവും ഉന്നതമായിട്ടൊരു സ്ഥാനം കിട്ടുന്ന, ഒരു വീട് കിട്ടുന്ന ഒരു സംഭവമാണ് നമ്മുടെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. അത് എല്ലാ മേഖലകളിലും നമുക്ക് നന്നാക്കാം. നമ്മുടെ ഭാര്യമാരോട്, നമ്മളോട് മക്കളോട്, നമ്മുടെ നാട്ടുകാരോട്, നമ്മൾ ഇടപെടുന്ന ഏതേത് മേഖലകളുണ്ടോ അവിടെയൊക്കെ സ്വഭാവം നന്നാക്കുക എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഇത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം സ്വഭാവം എന്നുള്ളത് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സലീമായിട്ടുള്ള ഹൃദയം ഇല്ല എങ്കിൽ അവനിൽ പ്രകടമാകുന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാം. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ പറഞ്ഞ സലീമായിട്ടുള്ള ഹൃദയത്തിന് ഒരു ഉദാഹരണമായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്ന അൻസാരികളുടെ സ്വഭാവമാണ്. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണ്, അൻസാരികളുടെ സ്വഭാവം എന്ന് വെച്ചാൽ, മക്കയിൽ ജീവിച്ച ഒരു വിഭാഗം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ ജീവിച്ച ഒരു വിഭാഗം പെട്ടെന്ന് വെച്ചുകൊണ്ട് മദീനയിലേക്ക് കടന്നു വരുമ്പോൾ, മുൻപരിചയങ്ങളില്ലാത്ത ഒരു സമുദായം, മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു ടീമിനെ എന്താണ് ചെയ്തത്, എങ്ങനെ സ്വീകരിച്ചത് അൻസാരികൾ? തങ്ങളുടെ വീടും സമ്പത്തും വിഹിതം വെച്ചുകൊണ്ട് തങ്ങളുടെ വീട്ടിൽ വരെ പാർപ്പിക്കാൻ വേണ്ടി അൻസാരികൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതാണ് സലീമായിട്ടുള്ള ഹൃദയത്തിന്റെ പ്രത്യേകത എന്നുള്ള. അവരെല്ലാത്തിനും സജ്ജമാണ്. മുഅ്മിനായി എന്നതിന്റെ പേരിൽ അവരെല്ലാം അത് ഒരുക്കി കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന, തങ്ങളുടെ വീടും ഈമാനും ഒരുക്കി വെച്ച ആളുകൾ, മിൻ ഖബ്ലിഹിം, ആ മുഹാജിറുകൾ അൻസാർ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ്, എന്നിട്ട് യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹി, തങ്ങളിലേക്ക് ഹിജ്റ വരാൻ ഈ അൻസാരികൾ അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ടോ വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു, മുഹാജിറുകൾക്ക് അൻസാറുകൾ നൽകിയ വിഭവങ്ങളുണ്ടല്ലോ അതിലൊന്നും അവർക്ക് ഒരു ആവശ്യവും കണ്ടിട്ടില്ല. അവരൊക്കെ കൊടുക്കാനുള്ള മനസ്സായിരുന്നു. മാത്രമല്ല വയുസിറൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ വമൻ യൂഖ ശുഹ നഫ്സി ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. എന്നിട്ട് പറയാൻ, അവർക്ക് നൽകിയിൽ ഒരു ആവശ്യം ഉണ്ടായിട്ട് അവർ കണ്ടിട്ടില്ല, കൊടുക്കുന്ന വസ്തുവിൽ ഒരു പിശുക്കും അവർ കണ്ടിട്ടില്ല. മഹാനല്ല
അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തെ നമുക്ക് കാണാൻ സാധിക്കും. റബിയ റളിയല്ലാഹു അൻഹുമായിക്കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സഹോദരനാക്കിയത്. സഹോദരി ബന്ധം ഉണ്ടാക്കിയല്ലോ മുഹാജിറുകളെയും അൻസാരികളെയും. അപ്പോ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു റബിയ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, റബിയ റളിയല്ലാഹു അൻഹു അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് 2 ഭാര്യമാരുണ്ട്, ഒരു ഭാര്യയെ നീ വിവാഹം കഴിക്കണം, വിവാഹമോചനം ഞാൻ ചെയ്തു തരാം, ഇഷ്ടപ്പെട്ടതിനെ നീ വിവാഹം ചെയ്തു. അവരുടെ മനസ്സാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് അത്യാവശ്യ സമ്പത്തുണ്ട്, ഇഷ്ടമുള്ള സമ്പത്ത് എടുക്കണം. അപ്പൊ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കിവിടെ അങ്ങാടി കാണിച്ചു തന്നാൽ മതി, ഞാൻ അവിടെ കച്ചവടം ചെയ്തുകൊണ്ടെന്നുള്ള. പ്രിയപ്പെട്ടവർ, ഇവിടെ പ്രസക്തമാകുന്ന കാര്യം എന്താ വെച്ചാൽ ഇത് പറയാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അതേപോലെ തന്നെ ഇതിങ്ങനെ ചെയ്ത് കാണിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ, അത് കുറെ ആറ്റിറ്റ്യൂഡ് കാണിക്കലല്ല, അത് നമ്മുടെ ഹൃദയം സലീമാവാന്നുള്ളതാണ്. ആരുടെ ഹൃദയം ഇതേപോലെ സലീമാവുന്നുണ്ടോ അത്രത്തോളം അവൻ വിശാലത കാണിക്കുന്നതാണ്. അല്ല എങ്കിലും എന്ത് ചെയ്യും, അവന്റെ ഉള്ളിൽ എന്ത് ഒരു പിശുക്കത്തരം ഉണ്ടാവും, കൊടുക്കാനുള്ള മനസ്സുണ്ടാവില്ല. അതേപോലെ തന്നെ പകയുള്ള മനസ്സായിരിക്കും. ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേനും അതിങ്ങനെ മനസ്സിൽ കാലാകാലം വെച്ച് നടക്കുന്ന ഒരു മനസ്സായിരിക്കും. ആ ഒരു സ്വഭാവമായിക്കൊണ്ടായിരിക്കും പിന്നീട് ഉണ്ടാവുന്നുള്ളത്. പ്രിയപ്പെട്ട റമദാനിലേക്ക് എത്തുന്നതിന് മുമ്പ് ആ സ്വഭാവങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചുകൊണ്ട് പരിപൂർണമായിക്കൊണ്ട് റബ്ബിൽ കീഴൊതുങ്ങിക്കൊണ്ട് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ അള്ളാഹുവിന് വേണ്ടി പാകപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, റമദാനിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തരുന്ന വലിയൊരു അവസരമാണ് റമദാൻ എന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടാവണം. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാട്ടെ. അല്ലാഹുവേ, ഈ റമദാനിൽ ഞങ്ങളോടൊപ്പം കൂടാൻ സാധിക്കാത്ത പല ആളുകളുമുണ്ട്, അവരുടെയൊക്കെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവർ ചെയ്തു പോയിട്ടുള്ള പാപങ്ങൾ റബ്ബേ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാന, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാന, അല്ലാഹുമ്മ ബല്ലിഗ്നാ റമദാന. അല്ലാഹുവേ, ഞങ്ങൾ റമദാനിലും അല്ലാത്തപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകൾ റബ്ബേ നിന്റെ അടുക്കൽ സ്വീകാര്യമായിട്ടുള്ള ഇബാദത്താകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ അമൽ സ്വാലിഹാത്തുകളൊക്കെ നിന്റെ അടുക്കൽ സ്വീകാര്യമുള്ളതാക്കണേ അല്ലാഹ്. اللهم ربنا تقبل منا صيامنا وقيامنا ودعاءنا وصلواتنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. السلام عليكم ورحمة الله وبركاته.